ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൺ ഷോട്ട് സീരീസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ട് ക്ലാസ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടു എന്ന വിശ്വാസത്തോടെയാണ് രണ്ടാമത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ ടോപ്പിക്കുകൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ അത്യാവശ്യം നല്ല വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഗോസസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഗോസസ് ലോയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാര്യം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോസസ് ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒരു നോട്ടുമായിട്ട് ഇരിക്കുക. ഒരു നോട്ട്ബുക്ക് കയ്യിൽ വേണം, ഒരു പെൻ കയ്യിൽ വേണം. അത്യാവശ്യം വേണ്ട നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതാൻ മറക്കരുത്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഷോർട്ട് നോട്ട് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. കാരണം അവസാന റൗണ്ട് പ്രിപ്പറേഷന് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസിന്റെ താഴെ വന്ന ചില കമന്റുകളാണ്. അതായത് നിങ്ങളായിട്ട് ചില ചാപ്റ്ററുകൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. അതായത് ചിലർ സജസ്റ്റ് ചെയ്തു ഗ്രാവിറ്റേഷന്റെ വൺ ഷോട്ട് എടുക്കാമോ. മേ ബി നമ്മൾ പഠിക്കുന്ന സെൻട്രലിലെ എക്സാം ഒക്കെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അത് പറയുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു പ്രോപ്പർ ഒരു സ്ട്രക്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് +2 പാർട്ട് 1 3 ചാപ്റ്റർ ആദ്യം നിങ്ങൾക്ക് തരും. ഇപ്പൊ കണ്ടിന്യൂസ്ലി +2 പഠിപ്പിച്ച് ബോറാവാതെ അല്ലെങ്കിൽ രസകരമായി പഠിക്കാനുള്ള ഒരു ഇതിനു വേണ്ടി +2 ഒരു 3 ചാപ്റ്റർ നിങ്ങൾക്ക് തന്നതിന് ശേഷം നേരെ +1 അടുത്ത 3 ചാപ്റ്ററിലേക്ക് പോകും. അപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടെ കഴിഞ്ഞാൽ നേരെ 1 ഡയമെൻഷൻ ആയിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1D 2D ലോസ് വരെ കണ്ടിന്യൂസ് എടുക്കും. അത് കഴിഞ്ഞ് അഗെയിൻ +2 തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും തിരിച്ച് +1 പോയി അങ്ങനെ മിക്സ് ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ അതിന്റെ ഇടയിൽ നടത്താൻ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ഒന്നും തോന്നരുത്. അപ്പൊ ഒരു പ്ലാൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ആ പ്ലാനിലൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. സോ മാക്സിമം കണ്ടന്റ് നമ്മൾ തരുന്നതായിരിക്കും. സോ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും പറയാം. പക്ഷെ ഞാൻ അതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ പ്ലാനിലൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യെസ്, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കിക്കേ, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ബേസിക്കലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 3 കോൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ആൻഡ് സെക്കൻഡ് വൺ സർഫസ് ചാർജ് ഡെൻസിറ്റി, ആൻഡ് ഫൈനലി വോളിയം ചാർജ് ഡെൻസിറ്റി. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ ചില ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുക. ഈവൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ആ ടേം ആയിരിക്കും മേ ബി പറയാറുള്ളത്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ ലാംഡ കൊണ്ടും സർഫസ് ചാർജ് ഡെൻസിറ്റിനെ സിഗ്മ കൊണ്ടും അതേപോലെ വോളിയം ചാർജ് ഡെൻസിറ്റിനെ റോ കൊണ്ടുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ചാർജ്. ഇപ്പൊ ലീനിയർ എന്ന് പറയുമ്പോൾ അലോങ് ദ ലെങ്ത് 1 ഡയമെൻഷൻ ആണെന്ന് ഓർക്കാം, 1 ഡയമെൻഷണൽ ബോഡീസ് ആണെന്ന് ഓർക്കാം. അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ലീനിയർ ചാർജ് അതായത് ടോട്ടൽ ചാർജിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി ആവുമ്പോൾ ടോട്ടൽ ചാർജിനെ സർഫസ് ചാർജ്, അത് 2 ഡയമെൻഷൻ ആണ്. അപ്പൊ അവന് ഏരിയ ആണുള്ളത്. അപ്പൊ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ വോളിയം ചാർജ് ആകുമ്പോഴത്തേക്ക് അത് 3 ഡയമെൻഷനിലേക്ക് മാറി ടോട്ടൽ ചാർജിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ലീനിയർ കണ്ടക്ടർ എന്നൊക്കെ തരുവാണ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് ലെങ്തിലെ ചാർജ്, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു യൂണിറ്റ് ലെങ്ത് മെഷർ ചെയ്താൽ അവിടെ എത്ര ചാർജ് ഉണ്ട് അതിന്റെ ഡെൻസിറ്റി, അതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ്. അപ്പൊ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതിനെയാണ് ലാംഡ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ലീനിയർ ചാർജ്. അതേപോലെ അത് സർഫസ് ചാർജ് എത്തുമ്പം ലാംഡ മാറി സിഗ്മയാകുന്നു. അപ്പൊ ഒരു യൂണിറ്റ് ഏരിയ ആണ്, ഒരു ഏരിയ ഉള്ള സർഫസ് ആണ്. അപ്പൊ അതിലെ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ്. അപ്പൊ ടോട്ടൽ ചാർജിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് സിഗ്മ കിട്ടും. അപ്പൊ ടോട്ടൽ ചാർജിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് റോ കിട്ടും. അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. ക്ലിയർ, ബേസിക് ആയിട്ടുള്ള കാര്യം. അതിന്റെ യൂണിറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരെണ്ണം കൂളം പെർ മീറ്റർ ആണെങ്കിൽ അടുത്ത ആള് കൂളം പെർ മീറ്റർ സ്ക്വയർ ആവും, അടുത്തത് കൂളം പെർ മീറ്റർ ക്യൂബ് ആവും. വളരെ ഈസി ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എ മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ഈസ് ചാർജ്ഡ് വിത്ത് 6 മൈക്രോകുളം. The surface charge density on the cube is, കണ്ടോ, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, സർഫസ് ചാർജ് ഡെൻസിറ്റി ശ്രദ്ധിച്ചിരിക്കണം. നാച്ചുറലി ഇവിടെ നിങ്ങൾ നോക്കി, എ
ടോട്ടൽ ക്യൂബ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ചാർജ് വിത്ത് 6 മൈക്രോകുളം. ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ചോദിച്ചിരിക്കുന്ന ആരെയാ? ലാംഡ ആണോ, സിഗ്മ ആണോ, റോ ആണോ? സിഗ്മ ആണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ക്യൂബ് ആണ്. അപ്പൊ ക്യൂബ് ആകുമ്പോൾ വോളിയം 3 ഡയമെൻഷൻ എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി അവർ പറയുന്നുണ്ട് നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് വേണ്ടത്, വോളിയം ചാർജ് ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അത് സിഗ്മയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അപ്പൊ സിഗ്മ കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ചാർജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് ഏരിയ? സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പം ടോട്ടൽ ചാർജ് ക്യൂ ആണ്, സർഫസ് ഏരിയ സിഗ്മയാണ്. അപ്പൊ ടോട്ടൽ ചാർജ് ക്യൂ ആണ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ, അതായത് ഒരു ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. നിങ്ങൾ ആലോചിക്കുക, നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 സ്ക്വയറുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചുണ്ടാവുന്നതാണ് ഒരു ക്യൂബ്, അല്ലെ? ഒരു ക്യൂബിന് 6 സൈഡുകളുണ്ട്. ഓരോ സൈഡും ഒരു റൂബിക്സ് ക്യൂബ് ആലോചിച്ച് നോക്കിയാൽ മതി. റൂബിക്സ് ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണ്. അങ്ങനത്തെ 6 എണ്ണം ചേരുന്നതാണ് ആ മുഴുവൻ സർഫസ് കൂടെ വരുമ്പോൾ, അല്ലെ? അപ്പൊ ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അങ്ങനത്തെ 6 എണ്ണം ചേരുന്നതല്ലേ ക്യൂബ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ 6a സ്ക്വയർ ആയിട്ട് മാറും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എത്രടാ മക്കളെ? ക്യൂ തന്നിട്ടുണ്ടോ? 6 മൈക്രോ കുളംബ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ. കുളം മീറ്റർ സ്ക്വയർ, കുളം മീറ്റർ സ്ക്വയർ, കുളം മീറ്റർ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 6 മൈക്രോ കുളംബ് ആണ്. അപ്പൊ 6 ഇൻറ്റു മൈക്രോ കുളമ്പിനെ കുളമ്പാക്കാൻ 10⁻⁻6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു എ സ്ക്വയർ. അപ്പൊ ഏരിയ എടുക്കണം. ക്യൂബിന്റെ സൈഡ് എത്രയാ? 5 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ മീറ്ററിലും ആണ്. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. എ സ്ക്വയർ ആണ് ഏരിയ, അല്ലെ? അപ്പൊ 5 ഇൻറ്റു 5 25 ആണ്. 25 ഇൻറ്റു 10⁻⁻4 ആണ്, അല്ലെ? 10⁻⁻4 അല്ലേ? അതെ. കാരണം എന്താ? ഇതൊരു സൈഡാണ് 5 സെന്റിമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു സൈഡാണ് 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ എന്തിലോട്ട് മാറ്റണം? സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യണം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യാൻ സെന്റിമീറ്ററിലാണ്. ഇവനെ മീറ്ററിലാക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കൺവെർഷൻ വരുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യമാണ്. കൺവെർഷൻ വരുമ്പോൾ ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അതായത് ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ പഠിക്കുന്നതാണ്. ഇവിടുത്തെ നമ്പറിന്റെ വാല്യൂ കൂടുമ്പോൾ ഇവിടുത്തെ യൂണിറ്റിന്റെ വാല്യൂ കുറവായിരിക്കും. കാര്യം സെന്റിമീറ്റർ ചെറുതാ. ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞ നമ്പറിന്റെ എണ്ണം എന്ന് കുറഞ്ഞു. പക്ഷെ ഇവിടെ മീറ്റർ എന്ന് പറയുന്നത് കൂടി, അല്ലെ? അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? n ഇൻറ്റു യു, അത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോജിക് ഓർത്തിരുന്നാൽ മതി. നമ്മൾ 100 സെന്റിമീറ്റർ 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്. അപ്പൊ ഈ 100 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരു സെന്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് അറിയണം. എന്ത് ചെയ്താൽ മതി? ഈ 100 സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുന്നത്, അല്ലെ? 100 സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ട്, അവർക്കും ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഇത് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഒരാളെ മാറ്റാൻ 10⁻⁻2 വരും. അപ്പൊ ഇവനെയും കൂടെ മാറ്റാൻ ഒരു 10⁻⁻2 വരും, അല്ലെ? ഉറപ്പല്ലേ? അപ്പൊ 10⁻⁻4 ആവും. അങ്ങനെ ഓർക്കാം. ക്ലിയർ? അപ്പൊ അതാണ് ഇത് ഏരിയ ആണ് എടുത്തിരിക്കുന്നത്. അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ മതി. അങ്ങനെ ആലോചിക്കാം. അപ്പൊ ഇതെന്ത് വരും? 25 ഇൻറ്റു 10⁻⁻4 എന്ന് വന്നു. ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 6 കട്ട് ചെയ്യാൻ പറ്റും. സോ 1/25 ആണ്. നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യമൊക്കെ ഇത്രയും കാര്യമായിട്ട് ഞാനിത് പറയുന്നത് ഇത് അറിയാത്ത ചിലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇനി ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? ഇപ്പൊ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ എന്നാണ്. 5 സെന്റിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയും ചെയ്യാം. എ സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് 5 ഇൻറ്റു 10⁻⁻2 സ്ക്വയർ എടുത്താൽ മതി. 5ന്റെ സ്ക്വയർ 25 ആണ്. ഇൻറ്റു 10⁻⁻2 സ്ക്വയർ 10⁻⁴ ആണ്. ഇത് ഇങ്ങനെ ചെയ്താലും മതി. കൺവെർഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് 6 കട്ടായി പോയി. 1/25 എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 0.04 എന്ന് കിട്ടും, അല്ലെ? യെസ്, 1/25 0.04 എന്ന് കിട്ടും.
ഇത് 10⁻6 10⁻⁻4, അപ്പൊ ഇതിനെ 10⁻⁻2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എങ്ങനെയാണെന്ന്. ഇവിടെ 4 ഇതൊന്നും അല്ല, 4 ഉണ്ട്, 0.4 ഉണ്ട്. 0.4 അല്ലേ ആൻസർ വരേണ്ടത്. ഇതിനെ 0.4 ആക്കണമെങ്കിൽ 0.04നെ 0.4 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 0.4 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ ഒരു 10 എഴുതണം. അപ്പൊ ആ 10 മോളിൽ വരുന്നു. അപ്പൊ 10⁻⁻2 എന്തായിട്ട് മാറുന്നു? 10⁻3 ആയിട്ട് മാറുന്നു. ക്ലിയർ? കുളം മീറ്റർ സ്ക്വയർ. കുളം മീറ്റർ സ്ക്വയർ. സെറ്റ് ആണല്ലോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ കാൽക്കുലേഷൻ ഒന്നും തെറ്റിപ്പോകരുത്. എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഈ കൺവെർഷൻ ഒക്കെയാണ് എല്ലാവരും കുളവാക്കാറ്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ഇലക്ട്രിക് ഫ്ലക്സ്. മക്കളെ, വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? എടാ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കുറെ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിട്ടുണ്ട്. അപ്പൊ പാരലൽ ആകുമ്പോൾ നമുക്കറിയാം അത് യൂണിഫോം ആണെന്നൊക്കെ മനസ്സിലായി. യൂണിഫോം ഫീൽഡ് ലൈൻസ് ആണെന്ന് എനിക്ക് ഫീൽഡ് യൂണിഫോം ആണെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിനെയാണ് മെഷർ ചെയ്യേണ്ടത്. അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. എനിക്ക് റൈറ്റ് നൗ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് അറിയണം. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ. ഇവിടെ നോക്കി. ഇപ്പൊ ഇത് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ ഇരുന്ന ഒരു മൊബൈലാണ്. ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് ഏരിയ ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു യൂണിറ്റ് ഏരിയ എന്നല്ല കാര്യം, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും അല്ല. പക്ഷെ ഒരു യൂണിറ്റ് ഏരിയ ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഒരു യൂണിറ്റ് ഏരിയ ആണ് ഇതെങ്കിൽ ഇതുവഴി എത്ര ഫീൽഡ് ലൈൻസ്, ഇതിൽ കൂടെ എത്ര ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറി പോകണം. അപ്പൊ ഒരു യൂണിറ്റ് ഏരിയ മെഷർ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് അതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് അതിന് നോർമൽ ആയിട്ട് ഇറങ്ങി പോകുന്നോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സും. ഒരു യൂണിറ്റ് ഏരിയ കൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു നമ്മൾ ഇനിയും വരാൻ പോകുന്ന ചാപ്റ്ററിൽ അത് പഠിക്കും. ഇപ്പൊ ബേസിക് കോൺസെപ്റ്റ് ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ഗിവൺ സർഫസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ നോർമൽ ടു ദി ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആരാ? ഫൈ ആണ്. ഫൈ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇ ഡോട്ട് എ ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എഴുതും ഫൈ ഈസ് ഈക്വൽ ടു ഇ എ cos theta. Phi is equal to EA cos theta, where theta is the angle between electric field and area vector. ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ഏരിയ ഏതാണോ ആ സർഫസ് അല്ലെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ വരയ്ക്കുന്നത്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഏരിയ വെക്ടർ വരയ്ക്കാൻ. ക്ലിയർ? പക്കയായിട്ട് മനസ്സിലായോ? അപ്പൊ വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ക്ലിയർ ആണല്ലോ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയ 3 കേസസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും കൂടെ പാരലൽ ആണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ആന്റി പാരലൽ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫൈ കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചത് എന്താ? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എന്നായിരുന്നു, അല്ലെങ്കിൽ ഇ എ കോസ് തീറ്റ എന്നാണ് പഠിച്ചത്. ഇ എ കോസ് തീറ്റ. ഇതിൽ തീറ്റ ഏരാ? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഏരിയൽ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലെ? ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡോടെ തമ്മിലുള്ള ആംഗിൾ ആണ്. ഇപ്പൊ ഇവിടെ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡോടുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. 0 ഡിഗ്രി ആകുമ്പോൾ ഇക്വേഷനിൽ കോസ് ആണ്. കോസ് 0 മാക്സിമം ആണ്. അപ്പൊ ഈ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. ഈ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് 0 ആയിരിക്കും. കാര്യം എന്താ? ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഈ കേസിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ കോസ് 90 ആയിട്ട് മാറും. ഇനി ഈ കേസിൽ ഇവർ തമ്മിലുള്ള തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പൊ മിനിമം ആവും. കോസ് 180 മൈനസ് ആണ്. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഫ്ലക്സ് കാണാൻ ഇ ഡോട്ട് അല്ലെങ്കിൽ ഇ എ കോസ് തീറ്റ. തീറ്റ 0 ആവുമ്പോൾ ഫ്ലക്സ് മാക്സിമം ആവുന്നു, ഇ എ ആയിട്ട് മാറുന്നു. അതുപോലെ വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഫ്ലക്സ് 0 ആയിട്ട് മാറുന്നു, തീറ്റ 90. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഈ ലോജിക് ഒക്കെ നമുക്ക് ഗോസസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വളരെ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഏരിയ വെക്ടർ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഈ പ്ലെയിൻ എടുത്ത് ഏരിയ മാത്രം എടുത്ത് ആ ഏരിയ എടുത്ത് ആ ഏരിയക്ക് പാരലൽ ആയിട്ട് ഏരിയ വെക്ടർ അല്ല ഏരിയയും ഏരിയ വെക്ടറും രണ്ടാ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന്റെ ഏരിയ വെക്ടർ എപ്പോഴും ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഏരിയ വെക്ടർ. പക്ഷെ ഇവിടെ ഫീൽഡ് പോയത് എങ്ങനെയാ? ഏരിയയിൽ കൂടെയാ പോയത്. ആ സർഫസിൽ കൂടെ കയറി പോവാ ചെയ്തു. അപ്പൊ സർഫസിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല.
സർഫസിൽ കൂടിയാണ് കയറി പോകുന്നതെങ്കിൽ അവിടെ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല. ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവണമെങ്കിൽ, ഫ്ലക്സ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫീൽഡ് ലൈൻ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തി കയറി ഇറങ്ങി ഇങ്ങനെ വരണം, ഇങ്ങനെ കയറി ഇറങ്ങി പോകണം. അത് ചരിഞ്ഞു പോവാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഏത് ആംഗിളിൽ വേണമെങ്കിലും പോവാം. പക്ഷെ ഇത് കൂടെ പെനട്രേറ്റ് ചെയ്യണം. പാരലായിട്ട് പോയാൽ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലക്സ് 0 ആവുന്നത്. ഇവിടെ ഫ്ലക്സ് മാക്സിമം ആണ്, ഇവിടെ ഫ്ലക്സ് മിനിമം ആണ്. കാര്യം ഇവർ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ തീറ്റ 180 ആണ്, കോസ് 180 മൈനസ് ആണ്. സോ അത് എഗെയിൻ മൈനസ് ആയിട്ട് മാറും. ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. യെസ്. അടുത്ത ഇലക്ട്രിക് ഫ്ലക്സ്. ഇവിടെ എന്താ? നോൺ യൂണിഫോം. ഇത്ര നേരം യൂണിഫോം ഫീൽഡ് ആയിരുന്നു. ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്നാണ് പഠിച്ചത്. റൈറ്റ് നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീൽഡ് ഈസ് നോൺ യൂണിഫോം. അപ്പൊ നോൺ യൂണിഫോം ആണെന്ന് ഫിഗർ കാണുമ്പോഴേ അറിയാം. കാര്യം പാരലൽ അല്ല, ഇങ്ങനെ കർവ്ഡ് ആയിട്ടാ പോയിരിക്കുന്നത്, പാരലൽ ഒന്നും അല്ല. ഇപ്പൊ നോൺ യൂണിഫോം ഫീൽഡ് ആണ് പോകുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഇതുവഴി പോകുന്ന ഫീൽഡ് നോൺ യൂണിഫോം, ഇങ്ങനെ ഫീൽഡ് നോൺ യൂണിഫോം ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ അങ്ങനെ നോൺ യൂണിഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ കൺസിഡർ ചെയ്യും. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ വെക്ടറിനെ ഞാൻ ഡി എ എന്ന് വിളിക്കും. ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, അവിടുത്തെ ഏരിയ വെക്ടർ ആണ് ഡി എ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടെ പോകുന്ന അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജ് കണ്ടുപിടിക്കും. ഈ ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ ഫ്ലക്സ് ലിങ്കേജ് കണ്ടുപിടിക്കും. ആ ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ ഫ്ലക്സ് ലിങ്കേജ് ആണ് ഡി ഫൈ. ഫൈ ശ്രദ്ധിച്ചിരിക്കണം, ഫൈ ഇ ഡോട്ട് എ ആണെങ്കിൽ ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എ ആയിട്ട് മാറും. ഇ ഡോട്ട് ഡി എ ആയിട്ട് മാറും. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കാണാൻ ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ എടുക്കും. ഇന്റഗ്രേറ്റ് ചെയ്യും നമ്മൾ, കാരണം ഇവിടെ നോൺ യൂണിഫോം ആണ്. അപ്പൊ നോൺ യൂണിഫോം ആകുമ്പോൾ അവിടെ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ക്ലിയർ? അതാണ് ഈ കോൺസെപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഫൈ കാണാൻ ഫോർ എ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നമ്മൾ അവനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ക്ലിയർ? അതിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വോൾട്ട് മീറ്റർ ആണ്, അതുപോലെ ന്യൂട്ടൺ മീറ്റർ ആണ്. അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ ഡയമെൻഷണൽ ഫോമുലയൊക്കെ, ഡയമെൻഷണൽ ഫോമുല ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫൈയുടെ ഡയമെൻഷണൽ ഫോമുല ചോദിച്ച് കാണാറുള്ളതാണ്. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഈ ഡയമെൻഷണൽ ഫോമുല ഉറപ്പായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും, നമുക്ക് ഗുണകരമാകും. ഫൈ കാണാൻ നമ്മൾ ഡയമെൻഷണൽ ഫോമുല എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ പഠിപ്പിക്കും. ബട്ട് സ്റ്റിൽ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ റീജിയൻ ഓഫ് സ്പേസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്? 8i പ്ലസ് 4j പ്ലസ് 3k എന്ന് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ഏരിയ 100 യൂണിറ്റ്. ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ 100 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, 100 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 100 യൂണിറ്റ് ഇൻ എക്സ് വൈ പ്ലെയിൻ എന്നാ തന്നിരിക്കുന്നത്. അതായത് ഏരിയ, ആ ഏരിയ കിടക്കുന്ന പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ. അപ്പൊ ഏരിയ വെക്ടർ അങ്ങോട്ടായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നിങ്ങൾ ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പെട്ടെന്ന് പറയാം. ഇതാണ് എക്സ് ആക്സിസ് വിചാരിക്കുക, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതാണ് വൈ ആക്സിസ്. വൈ എങ്ങോട്ട് വേണമെങ്കിലും ആക്സിസുകൾ വരയ്ക്കുക, ഇങ്ങോട്ട് തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് സെഡ് ആക്സിസ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ് എന്ന് എടുത്തു, എങ്ങനെ വേണമെങ്കിലും എടുത്തു, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ എങ്ങനെ ഇരിക്കും? എക്സ് വൈ പ്ലെയിൻ ഇതല്ലേ എക്സ് വൈ പ്ലെയിൻ അല്ലേ? ഇങ്ങനല്ലേ ഇരിക്കുന്നത്? യെസ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇതാണ് സെഡ് ആക്സിസ്. ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് ദ സർഫസ് ഏരിയ ഓഫ് 100 യൂണിറ്റ് ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, പ്ലെയിൻ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഏരിയ വെക്ടർ വരയ്ക്കാൻ. അപ്പൊ ഏരിയ വെക്ടർ എങ്ങനെ വരയ്ക്കും? എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് സെഡ് ആക്സിസ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ആ ഏരിയ വെക്ടർ എങ്ങോട്ടാണ്? കെ ക്യാപ്പിലേക്കാണ്. ക്ലിയർ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചോദിച്ചത് ടോട്ടൽ ഫ്ലക്സ് കാണാനാണ്, ഫൈ കാണാനുള്ള ഇക്വേഷൻ. വെക്ടർ ഫോം ആണെങ്കിൽ ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാമല്ലോ. ഈ ഡോട്ട് ഏരിയ വെക്ടർ എടുത്താൽ പോരെ? യെസ്. ഈ ഡോട്ട്, ഇവരെ രണ്ടും ഡോട്ട് എടുത്താൽ കെയും തമ്മിൽ ഡോട്ട് എടുത്താൽ പോരെ? ബാക്കിയുള്ളവർ 0 ആയിപ്പോ ഡോട്ട് പ്രൊഡക്റ്റിൽ. അറിയാവുന്ന കാര്യമല്ലേ? കെയും കറസ്പോണ്ടിങ് ഡോട്ട് എടുക്കുക. അപ്പൊ 100 × 3 എന്ന് പറഞ്ഞാൽ അത് 300 യൂണിറ്റ് ആണ്. 300. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2.
വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ആക്ച്വലി ഈ കാര്യം ഏരിയ വെക്ടർ എങ്ങോട്ടാണെന്നുള്ള കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് നോക്കാം, ഇലക്ട്രിക് ഫ്ലക്സ് വേരിയസ് ഷേപ്പ്. ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ സോളിഡ് ഓർ ഹോളോസ്ഫിയർ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ സോളിഡ് ഓർ ഹോളോസ്ഫിയർ എന്ന് തരണമെങ്കിൽ സോളിഡ് സ്ഫിയർ ആയിക്കോട്ടെ ഹോളോസ്ഫിയർ ആയിക്കോട്ടെ ഇലക്ട്രിക് ഫ്ലക്സ് സെയിം ആണെന്നാണ് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് സോളിഡ്, വെദർ ഇറ്റ് ഈസ് സോളിഡ് ഓർ ഹോളോ, കംപ്ലീറ്റ് ഒരു സ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഓർ ഇട്ട് വന്നിരിക്കുക. അപ്പൊ രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? ഫ്ലക്സ് കാണാൻ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഏരിയ വെക്ടർ ആണ്. ഇ ഡോട്ട് എ ആണ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റൈറ്റ് നൗ ഫീൽഡ് എങ്ങനെയാ, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പാരലൽ ആണ്, അവന്മാർ യൂണിഫോം ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അതിനകത്തേക്കാണ് ഒരു സ്ഫിയർ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ ഈ റീജിയണിലൊക്കെ എന്തുണ്ട്? ഈ റീജിയണിലൊക്കെ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഞാൻ അവിടോട്ട് ഒരു വാട്ടർ മെലൺ കൊണ്ടുവച്ചു എന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവിടോട്ട് ഒരു ഫുട്ബോൾ കൊണ്ടുവച്ചെന്ന് അസ്യൂം ചെയ്യുക. വാട്ടർ മെലൺ ആകുമ്പോൾ സോളിഡ് ആയി, ഫുട്ബോൾ ആകുമ്പോൾ ഹോളോസ്ഫിയറും ആയി. അങ്ങനെ രണ്ടുപേരെ കൊണ്ടുവച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ്, ഈ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരും? ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ആണോ? അപ്പൊ ഓർത്ത് വെക്കുക, ഫീൽഡ് ഇവിടെ ഔട്ട്സൈഡ്, പുറത്തു നിന്നാണല്ലോ ഫീൽഡ് കൊടുക്കുന്നത്. ആണോ? ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലേ? ഉറപ്പായിട്ടും അവിടുത്തെ നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. അതിനുള്ള കാരണമാണ് പറഞ്ഞു തരാം. ഫൈ കാണാനുള്ള ഇക്വേഷൻ ഇ ഡോട്ട് എ അല്ലേ? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറോടുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കൺസിഡർ ചെയ്യുന്നത്, ഏരിയ വെക്ടർ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു സ്ഫിയർ ആയിക്കോട്ടെ, ഒരു ഹോളോസ്ഫിയർ, എന്തും ആയിക്കോട്ടെ. ഏരിയ അല്ലെങ്കിൽ ഇനി ഒരു പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ആ പ്ലെയിൻ കിടക്കുന്ന, ഇതിപ്പോ പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു പ്ലെയിൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഏരിയ വെക്ടർ അങ്ങോട്ട് വരയ്ക്കും, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ വരയ്ക്കും. പക്ഷെ എങ്ങോട്ട് വരയ്ക്കണം? ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക്. അപ്പൊ ഈ സർഫസ് എടുത്താലോ, ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് ഏരിയ വെക്ടർ വരയ്ക്കും. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ റൈറ്റ് നൗ ഞാൻ ഇപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എടുക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ഏരിയ വെക്ടർ ഇവിടുന്ന് പുറത്തോട്ട് വരയ്ക്കും. നമ്മൾ കണ്ടോ, ഏരിയ വെക്ടർ പുറത്തോട്ട് വരച്ചു. ക്ലിയർ? അപ്പൊ ഇതേ സൈഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇവിടുന്ന് ഏരിയ വെക്ടർ പുറത്തേക്ക് ഇങ്ങോട്ടാ വരയ്ക്കാൻ പോകുന്നത്. അതിലാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? അത് ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൈഡില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ടുവേർഡ്സ് റൈറ്റ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പക്ഷെ ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. യെസ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഈ സിറ്റുവേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ സൈഡില് ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. ഈ സൈഡിലോ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോൺസെപ്റ്റില്, അതായത് ഈ സൈഡ് എടുക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമ്പോൾ, അതായത് അവർ തമ്മിലുള്ള ആംഗിൾ 0 ആകുമ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എത്ര വരും? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇ ഡോട്ട് എ, ഇ എ കോസ് തീറ്റ, ഇ എ കോസ് 0 എന്ന് വരും. കോസ് 0 1 ആണ്. ഫ്ലക്സ് മാക്സിമം ആയി ഇ എ എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഈ സൈഡിലെ ഫ്ലക്സ് നോക്കുമ്പോഴത്തേക്ക് ഫൈ ഈസ് ഈക്വൽ ടു ഇ എ കോസ് 180 ആയിട്ട് മാറി അല്ലെ? ഇവിടെ കോസ് 180 ആണ്. കോസ് 180 -1 ആണ്. സോ അത് മൈനസ് ഇ ഡോട്ട് എ ആയിട്ട് മാറി. സോറി, മൈനസ് ഇ എ ആയിട്ട് മാറി. അപ്പൊ ഇത് പ്ലസ് ഇ എ ആണ്, ഇത് മൈനസ് ഇ ആണ്. ഇവർ ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പൊ ഈ ഒരു ഇവൻ കാരണമുള്ള നെറ്റ് ഫ്ലക്സ് ലിങ്കേജ്, ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ് ലിങ്കേജ് 0 ആയി പോകും. അപ്പം ഇവർ ഓരോരുത്തരും തരുന്ന ടോട്ടൽ നെറ്റ് ഫ്ലക്സ് ലിങ്കേജ് എപ്പോഴും എത്ര ആയി പോകും? ഒബ്വിയസ്ലി അത് 0 ആയിട്ട് മാറും. ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും, അറിയാത്തവരും കാണും. അവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങൾ. ക്ലിയർ? അപ്പൊ നെറ്റ് ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ദിസ് സ്ഫിയർ 0 ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം, സോളിഡ് ഹെമിസ്ഫിയർ. ഇത് ഹെമിസ്ഫിയർ ആണ്.
പക്ഷെ സോളിഡ് ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സോളിഡ് ഹെമിസ്ഫിയർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക സോളിഡ് ആണ്. സോളിഡ് ആവുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇപ്പൊ ഈ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഏരിയ വെക്ടർ ഉള്ളത് അല്ലെ, ലെഫ്റ്റിലേക്ക് ഏരിയ വെക്ടർ ഉണ്ട്. യെസ്, അതേപോലെ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ സൈഡിലേക്ക് അതിപ്പോ ഈ ഒരു സർഫസ്, ഈ ഒരു ഏരിയ എടുക്കും, ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്ത് ഈ ഒരു സൈഡ്, അപ്പൊ ഏരിയ വെക്ടർ റൈറ്റിലോട്ടാണ്. ഏരിയ വെക്ടർ റൈറ്റിലോട്ടാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും റൈറ്റിലോട്ടാണ്. കണ്ടോ? എഗെയിൻ ഇവിടെയും ഇവിടെ 180 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് φ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. നെറ്റ് ഫ്ലക്സ് 0 ആയിപ്പോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഇഫക്റ്റീവ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫക്റ്റീവ് ഏരിയ. ചിലര് ചിന്തിക്കും ഇവിടെ കർവ്ഡ് ആണല്ലോ, അങ്ങനെ ഒരു ചിന്താഗതി വരും. ഇവിടെ കർവ്ഡ് ആണല്ലോ, അപ്പൊ ആ കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ സർക്കിൾ ആണല്ലോ, അപ്പൊ അവിടെ സർക്കുലാർ ഷേപ്പിലുള്ള ഏരിയ അല്ലേ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചിന്ത വരും. ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടുത്തെ ഇഫക്റ്റീവ് ഏരിയ, അതായത് നിങ്ങളിപ്പോ ഒന്ന് ആലോചിക്കുക, ഇവിടെ ഒരു വാട്ടർ മെലൺ പകുതിക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ സർക്കുലാർ സൈഡാണ്, ഇവിടെ കർവ്ഡ് സൈഡാണ്. നമ്മൾ ദൂരെ പോയി നിന്ന് നോക്കിയിട്ട് ദൂരെ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ്ഡ് സാധനം നമുക്ക് ഫീൽ ചെയ്യുമോ? ദൂരേന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കർവ്ഡ് പ്രൊജക്ഷൻ ഒന്നും മനസ്സിലാവില്ല. അയാളെ സംബന്ധിച്ച് അത് സർക്കിൾ പോലെ തന്നെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ആ സർക്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കും. ക്ലിയർ? ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു വാട്ടർമെലൺ, ഞാൻ ഒരു എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞ, വാട്ടർമെലൺ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ അത് സെമി സർക്കിൾ ആണ്, ഒരു സൈഡ് സർക്കിൾ ആണ്, ഹെമിസ്ഫിയർ ആണ് അല്ലെ, ഹെമിസ്ഫിയർ അല്ലേ, ഹെമിസ്ഫിയർ ആണ്. എന്നിട്ട് നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഈ കർവ് വരുന്ന സൈഡിൽ നിന്ന് ദൂരെ നിന്ന് ഒരു ടോർച്ച് അടിച്ചിട്ട് അപ്പുറത്തെ വോളിൽ അതിന്റെ ഷെയ്ഡ് നോക്കിക്കേ. ഒരു ടോർച്ച് അടിച്ചിട്ട് അപ്പുറത്തെ വോളിൽ അതിന്റെ ഷെയ്ഡ് നോക്കിയാൽ ആ വോളിൽ കാണുന്ന ഷെയ്ഡ് സർക്കിൾ ആയിരിക്കും. അപ്പൊ ആ ഇഫക്റ്റീവ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെയും സോളിഡ് ആണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇവിടെയും സോളിഡ് ആണ്, ഇവിടെയും സോളിഡ് ആണ്. അപ്പൊ ഇവിടെ ഫ്ലക്സ് ലിങ്കേജ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. നെറ്റ് ഫ്ലക്സ് 0 ആയി പോകും. ക്ലിയർ ആണല്ലോ? ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത കേസിലാണ് ട്വിസ്റ്റ്. ഹോളോ ഹെമിസ്ഫിയർ. അപ്പൊ ഹോളോ എന്ന് പറയുമ്പോ ഇവിടെ ഹോള, ഗ്യാപ്പാ, കുഴിയ, ഫുട്ബോളാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുട്ബോൾ പകുതിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്ലക്സ് ലിങ്കേജ് എവിടെ ഉണ്ടാവും? ഇങ്ങനെ ഒരു കുഴിയാണ്. അപ്പൊ ഈ സൈഡില്, അതായത് ഈ സർക്കുലാർ സൈഡില് ഫ്ലക്സ് ലിങ്കേജ് ഒന്നുമില്ല. ഇത് ഗ്യാപ്പാ. ഫ്ലക്സ് ലിങ്കേജ് ഇപ്പുറത്തേ വരുത്തുള്ളൂ, ഇത് ഈ സൈഡിലേ വരുത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ്, ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് φ എന്ന് പറയുന്നത് ഇ ഡോട്ട് എ ആണ്. ഓർത്ത് വെക്കുക. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇഫക്റ്റീവ് ഏരിയ ആണ്. ഈ കർവ് ഉള്ള ഏരിയയിലാണ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നത്. ബട്ട് സ്റ്റിൽ ആ കർവ് ഏരിയയുടെ ഇഫക്റ്റീവ് ഏരിയ നിങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആര് തന്നെയാണ്? സർക്കിൾ തന്നെയാണ്. സോ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് φ ഈക്വൽ ടു ഇ ഡോട്ട് പൈ ആർ സ്ക്വയർ ആയിട്ട് മാറും. ഇവന്റെ റേഡിയസ് എടുത്താൽ മതി. ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ഫ്ലക്സ് ലിങ്കേജ് ഒന്നുമില്ല. കാര്യം ഇവിടെ ഏരിയ ഒന്നും ഇല്ല. അവിടെ ഏരിയ ഇല്ല, അവിടെ ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 2 ഡയമെൻഷണൽ ബോഡി, ഒരു പ്ലെയിൻ വേണം അവിടെ. ഇവിടെ ഹോളോ ആണ്. അപ്പൊ ഇവിടെ പ്ലെയിൻ, ഈ സൈഡിൽ പ്ലെയിൻ ഒന്നും ഇല്ല ക്യാൻസൽ ഔട്ട് ചെയ്യാൻ. പക്ഷെ ഈ സൈഡ് എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. അതേ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. അപ്പൊ അവൻ അവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ് തരും. എന്നാൽ ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പുറത്തോട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവിടെ ഹോൾ, അവിടെ ഏരിയ ഒന്നും ഇല്ല. മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഇനി അവിടുത്തെ ഇഫക്റ്റീവ് ഏരിയ നോക്കിയാൽ ആ സർക്കുലാർ ഏരിയ തന്നെയാണ്. അതുകൊണ്ടാണ് പൈ ആർ സ്ക്വയർ എന്ന് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗോസസ് തിയറം. ആ ഗോസസ് തിയറം പഠിക്കാനും ഗോസസ് ലോ മനസ്സിലാക്കാനും വേണ്ടിയാണ് തൊട്ട് മുമ്പത്തെ ഫ്ലെക്സ് ലിങ്കേജിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറയുന്നത്. എന്താ ഗോസസ് തിയറം പറയുന്നത്? ഒരു പോയിന്റ് ചാർജ് അല്ലെ, അപ്പൊ നമ്മളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. എനിക്ക് ആ പോയിന്റ് ചാർജ് കാരണമുള്ള ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ, അല്ലെങ്കിൽ ആ പോയിന്റ് ചാർജിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജ് ആണോ കാണേണ്ടത്, നിങ്ങൾ അവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണമെന്നാണ്.
ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ആ ഗോസിയൻ സർഫസ് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലീനിയർ ചാർജ് ആണെങ്കിൽ ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചിരിക്കുന്നു. അപ്പം ഈ ക്യൂ ചാർജിൽ നിന്ന് 360 ഡിഗ്രിയിൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ ഫീൽഡ് പോകും, ഇങ്ങനെ എല്ലായിടത്തോട്ടും. അപ്പൊ നിങ്ങൾ ഒരു ഗോസിയൻ സർഫസ് വെച്ചാൽ ഇതൊരു ഫുട്ബോളിനകത്ത്, ഒരു ഫുട്ബോളിന്റെ എക്സാക്ട് സെന്ററിൽ ഒരു ക്യൂ ചാർജ് എടുത്ത് വെച്ച പോലെയാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. ആ ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മുടെ ഫുട്ബോൾ. അകത്തൊരു ചാർജ് വെച്ചിരിക്കുന്നു, ആ ക്ലോസ്ഡ് സർഫസ് ആണ് ഫുട്ബോൾ. ഓക്കെ, ആ സർഫസിന് ഒരു വിളിപ്പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഗോസിയൻ സർഫസ് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എനി ക്ലോസ്ഡ് സർഫസ് ഓൾസോ നോൺ ആസ് ഗോസിയൻ സർഫസ് ഇൻ വാക്വം ഓർ ഫ്രീ സ്പേസ്. അപ്പൊ ഇത് കാരണമുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് വിത്ത് ദിസ് ഗോസിയൻ സർഫസ് ഈസ് ഓൾവേസ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് ഇപ്പൊ ഇവിടെ ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്ത ചാർജ്, ടോട്ടൽ ചാർജ് ക്യൂ ആണ്. ആ ക്യൂവിന്റെ 1/ε0 ടൈംസ് എടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ക്യൂ ചാർജ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക, ഒരു ക്യൂ ചാർജ് ഉണ്ട്. ഒരു പോയിന്റ് ചാർജിന്റെ ഗോസിയൻ സർഫസ് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. അപ്പൊ ഒരു ക്യൂ ചാർജ് നിങ്ങൾ ഒരു ഫുട്ബോൾ വെച്ച് കവർ ചെയ്തായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ ക്യൂ ചാർജിൽ നിന്നും എല്ലാ ഡയറക്ഷനിലോട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ട് ഈ ഗോസിയൻ സർഫസുമായിട്ട് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നു. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കാണാൻ phi is equal to closed integral E dot ds which is equal to Q in. കണ്ടോ? Q in. ആ ഗോസിയൻ സർഫസിന് അകത്തുള്ളത്, പുറത്തുള്ളത് വാലിഡ് അല്ല, അകത്തുള്ളത് മാത്രമേ വാലിഡ് ആവൂ. ഈവൻ നിങ്ങൾ ഈ ഗോസിയൻ സർഫസിന്റെ എഡ്ജിൽ ഇവിടെ ഒരു ക്യൂ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. എക്സാക്ട് നിങ്ങൾ ആ ക്യൂ ചാർജിന്റെ മണ്ടക്യൂടാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക ഗോസിയൻ സർഫസ്. ഈ ചാർജും വാലിഡ് അല്ല. ഒരു ക്യൂ ചാർജ് പുറത്തിരിക്കുകയെന്ന് വിചാരിക്കുക, ഇവൻ വാലിഡ് അല്ല. ഒരു ക്യൂ ചാർജ് അകത്തിരുന്നാൽ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ക്ലിയർ? ഇനി ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും ഫ്ലക്സ് ഇല്ല. കാര്യം എന്താ? ഇതിനകത്തുള്ള നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് 0 ആയിട്ട് മാറും. കാര്യം ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. അപ്പൊ നെറ്റ് ചാർജ് ഇൻസൈഡ് 0 ആവാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഒരു ഡൈപോള് ആകുമ്പോൾ പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ചാർജ്, അപ്പൊ അവിടുത്തെ നെറ്റ് ചാർജ് 0 ആണ്. ഇപ്പൊ ഒരു ഡൈപോൾ ആണ് ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ ഇല്ല. ക്ലിയർ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ആ ക്യൂ ചാർജിനെ എൻക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds which is equal to Q enclosed divided by ε0. അതാണ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്? പക്കയായിട്ട് മനസ്സിലായോ? യെസ്. ഗോസസ് തിയറത്തിന്റെ നിങ്ങൾ ബേസിക് ആയിട്ട് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പോയിന്റ്സ് ടു നോട്ട്. എന്താ? നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0 ഇഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഈസ് 0. ഇവിടെ നോക്കി, ഇവിടെ എത്രടാ? ഇത് -5, ഇത് -1. അപ്പൊ ഇത് 5ഉം 1 6 ആയി. ഇത് -6 ആയി, ഇത് -6 ആയി, ഇത് +6 ആണ്. 4ഉം 2ഉം 6 ആണ്. അപ്പൊ നെറ്റ് ചാർജ്, അപ്പൊ ഇവിടുത്തെ ക്യൂ നെറ്റ് ഇൻസൈഡ് 0 ആയി പോയി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സും 0 ആയി പോകും. കാര്യം ചാർജ് ഇല്ല, അപ്പൊ ഫ്ലക്സ് 0 ആണ്. അടുത്തത് എന്താ? ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് നോ മാറ്റർ വാട്ട് ഇറ്റ് ഷേപ്പ് ഓർ സൈസ്. അതായത് സൈസ് കൂടിയാലോ ഷേപ്പ് എന്തു ആയാലും പ്രശ്നമില്ല. ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് phi എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് Q ആണ്. അപ്പൊ Q ബൈ ε0 ആയിരിക്കും. ഇനി ഷേപ്പ് മാറി നിങ്ങളൊന്ന് എടുത്തു, അപ്പോഴും അവിടുത്തെ ഫ്ലക്സ് phi എന്ന് പറയുന്നത് Q ബൈ ε0 ആയിരിക്കും. സിലിണ്ടറിന് പകരം നിങ്ങൾ ഒരു ക്യൂബ് ആണ് കൺസിഡർ ചെയ്തത്. സോ ഇവിടെയും Q ബൈ ε0 ആയിരിക്കും ടോട്ടൽ ഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഓർത്തു വെക്കുക, ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ അവിടെ എടുക്കേണ്ട ഷേപ്പ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കണം. അതൊക്കെ ബേസിക് ആയിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെറ്റ് ചാർജ് ഗോസിയൻ സർഫസിനകത്ത് 0 ആണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് 0 ആയിരിക്കും. അതേപോലെ ഷേപ്പിനെയോ അതിന്റെ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു ക്യൂ ചാർജ് കൺസിഡർ ചെയ്തു. ഞാൻ ഇവിടെ ഒരു ഗോസിയൻ സർഫസ്, ഈ ക്യൂ ചാർജിൽ ഞാൻ ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസിൽ ഞാൻ ഒരു ഗോസിയൻ സർഫസ് എടുത്തു. ഓക്കെ,
പകരം വേറൊരാള് ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിൽ വേറൊരു ഗോസിയൻ സർഫസ് എടുത്തു. ഞാൻ സ്മോൾ ആർ ഡിസ്റ്റൻസിലാണ് എടുത്തത്, അടുത്ത ആൾ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിലാണ് എടുത്തത്. ഒരു പ്രശ്നവുമില്ല, ആ സൈസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? ഓക്കെ ആണല്ലോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് എ ഡൈപോൾ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇഫ് എ ഡൈപോൾ ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് എ ക്ലോസ്ഡ് സർഫസ്, നെറ്റ് ഫ്ലക്സ് അക്രോസ് ദ സർഫസ് ഈസ് സീറോ. നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. വൈ? അവിടുത്തെ ക്യൂ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് അല്ലെങ്കിൽ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് സീറോ ആയി പോകും. ഓക്കെ ആണല്ലോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ കാര്യമാണ് ഞാൻ കുറെ നേരമായിട്ട് സംസാരിക്കുന്നത്. ഒരു പോയിന്റ് ചാർജ്, ഒരു സ്ഫെറിക്കൽ ചാർജ്, ഒരു ലീനിയർ ചാർജ് ഒക്കെ ആയിക്കോട്ടെ, ഈ ചാർജുകളുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് ഗോസിയൻ സർഫസിന്റെ ഷേപ്പും മാറും. ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ? ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫെറിക്കൽ ആയിരിക്കും, ഒരു സ്ഫെറിക്കൽ ചാർജ് ആണ് അഗെയിൻ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ്, ലൈൻ ചാർജ് ആണെങ്കിൽ അത് സിലിണ്ടറിക്കൽ ആയിരിക്കും, ലീനിയർ ചാർജ് ആണ് സിലിണ്ടറിന്റെ ഷേപ്പ് വരയ്ക്കും. നമ്മളിപ്പം ഇങ്ങനെ ഒരു ലീനിയർ ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നമ്മൾ വരയ്ക്കുന്ന ഗോസിയൻ സർഫസ് ഇങ്ങനെ സിലിണ്ടർ ആയിരിക്കും വരയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യം, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റേഡിയൽ ഔട്ട്വേർഡ്, റേഡിയൽ ആയിരിക്കും. അതേപോലെ പ്ലാനാർ ചാർജ് ആണെങ്കിൽ എന്താ, ക്ലോസ്ഡ് സർഫസ് വിത്തിൻ പ്ലെയിൻ, ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും വിത്തിൻ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അവിടെ നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. കാര്യം പ്ലെയിൻ സർഫസ് ആണ്, പ്ലെയിൻ ഒരു സർഫസ് ആണ് വരയ്ക്കുന്നെങ്കിൽ, ഈ പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ അതിന്റെ നോർമൽ ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതൊന്നും വലിയ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇങ്ങനെ ആയിരിക്കും. ഇതൊരു പ്ലെയിൻ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ വരയ്ക്കും. മറിച്ചൊരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് പുറത്തോട്ട് വരുന്നതായിട്ട് വരയ്ക്കും. ഗോസസ് തിയറത്തിന്റെ ആദ്യം ഇവിടെ നോക്കി, ഇതൊരു സ്ഫിയർ ആണ് എടുത്തത്, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് റേഡിയൽ ഔട്ട്വേർഡ് പുറത്തോട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, എന്നാൽ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. യെസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ദ ഏരിയ ഓഫ് ദ സർഫസ്, ഇല്ല, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവനെ ഡിപ്പെൻഡ് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്, ശരിയാണ്. കാര്യം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ക്യൂ ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, എത്ര ക്വാണ്ടിറ്റി അതിനകത്തുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗിവൺ ഗോസിയൻ സർഫസ്. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഫൈ ഈസ് ഈക്വൽ ടു എന്താ, ക്യൂ ഇൻക്ലോസ്ഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എടുത്താൽ മതി. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എടുത്താൽ മതി. ഇവിടെ പ്ലസ് 5Q മൈനസ് 5Q ക്യാൻസൽ ആയി പോകും. ഇവിടെ പ്ലസ് 10Q ആണ്, ഇവിടെ 8Q ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്താൽ നമുക്കൊരു പ്ലസ് 2Q ആണ് ഇൻസൈഡ് ഉള്ള ഇഫക്റ്റീവ് ചാർജ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഫൈ ഈസ് ഈക്വൽ ടു 2Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും. 2Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 dipole of charge Q and length L is placed inside a hollow sphere. പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ലല്ലോ, വെച്ചിരിക്കുന്നത് ഡൈപോൾ അല്ലേ. അപ്പൊ ഡൈപോൾ ആണെങ്കിൽ ക്യൂ നെറ്റ് എന്തായിപ്പോ, ക്യൂ നെറ്റ് ഇൻസൈഡ് ചാർജ് എത്ര ആയിപ്പോ, 0 ആയിപ്പോ. ക്യൂ നെറ്റ് 0 ആണെങ്കിൽ ഫൈ എന്തായിരിക്കും, ഉറപ്പായിട്ടും 0 ആയിരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഡിസ്കഷനിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ റൈറ്റ് നൗ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്, നിങ്ങളോട് ഞാൻ അത് മുൻകൂട്ടി പറയുന്നു കേട്ടോ. റൈറ്റ് നൗ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. ഈ ചാപ്റ്ററുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് അടിപൊളിയായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് MCQs ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തിയറി വളരെ കുറവായിരിക്കും. വൺ ഷോട്ടിൽ എടുത്ത ചാപ്റ്ററുകളുടെ തിയറി ചിലപ്പോൾ പറയണമെന്ന് പോലും നിർബന്ധമില്ല. ആ സമയത്ത് നമ്മൾ എന്തിനാ മാത്രം ഫോക്കസ് ചെയ്യും, ഈ പർട്ടിക്കുലർ ചാപ്റ്ററുകളുടെ MCQs മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്. അപ്പൊ MCQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MCQ മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. സോ അന്നേരം നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ആഡ് ഓൺ ചെയ്യും. റൈറ്റ് നൗ നമ്മൾ ഒരു 70% ഫോക്കസ് ഓൺ തിയറി, 30% ഫോക്കസ് ഓൺ MCQ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇത് നേരെ ഉൾട്ടയടിക്കും എവിടെ വരുമ്പം ക്രാഷ് പ്രോഗ്രാം വരുമ്പം 30% പോലും ചിലപ്പോൾ തിയറി പറയണമെന്നില്ല. MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നിങ്ങൾ വൺ ഷോട്ട് സീരീസ് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വേണം ക്രാഷിലേക്ക് എത്താൻ. ക്ലിയർ? യെസ്. അപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A square surface of side L meter in the plane of the paper. A uniform electric field E also in the plane. സെയിം പ്ലെയിനിലാണ് അല്ലെ? സെയിം പ്ലെയിനിലാണ് ഇലക്ട്രിക് ഫീൽഡ് കിടക്കുന്നത്. ലിമിറ്റഡ് ഓൺലി ലോവർ ഹാഫ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ സർഫസ്. ദ ഇലക്ട്രിക് ഫ്ലക്സ്. മക്കളെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? നിങ്ങൾ ഇപ്പൊ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് E.A ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആപ്ലിക്കേഷൻ ഫൈ എന്ന് പറയുന്നത് E.A ആണ് അല്ലെ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാ, പക്ഷെ ഏരിയ വെക്ടർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആവുമ്പോ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡിലുള്ള ആംഗിൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് മാറി. E.A എന്ന് പറഞ്ഞാൽ EA കോസ് തീറ്റയാണ്. EA കോസ് തീറ്റയാണ്. കോസ് 90 0 ആണ്. സോ ഫ്ലക്സ് ലിങ്ക്ഡ് ഇവിടെ 0 ആണ്. ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്നതെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ഒന്നും ഉണ്ടാവില്ല. അവിടെ പെനിട്രേഷൻ വേണമെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. യെസ്. ഓക്കെ, ഇത് പലരും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ഏരിയ ആണ്. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. ചാർജ് അറ്റ് സെന്റർ ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ എക്സാക്ട് സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് ത്രൂ ദ എൻറ്റയർ ക്യൂബ് അല്ലെങ്കിൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്യൂബ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇത് ക്യൂബ് ആയിക്കോട്ടെ, ഇത് സ്ഫിയർ ആയിക്കോട്ടെ, ഇത് സിലിണ്ടർ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഷേപ്പിനെ ഒന്നിനെയും ബാധിക്കുകയില്ല. ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ബൈ ഗോസസ് തിയറം, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ടോട്ടൽ ഫ്ലക്സ് കാണാൻ Q എൻക്ലോസ്ഡ് ബൈ ε0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് അത് Q ഡിവൈഡഡ് ബൈ ε0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q ബൈ ε0 ആണ്. അപ്പൊ ഇതൊരു ക്യൂബ് ആണ്. അപ്പൊ ഈ ക്യൂബിന്റെ അവിടുത്തെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് Q ബൈ ε0 ആണ്. യെസ്. പക്ഷെ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് ഇതല്ല. നമ്മളോട് ചോദിക്കുന്നത് ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ഓഫ് ദ ക്യൂബ് എന്നാ ചോദിക്കുന്നത്. വൺ ഫേസ് ഓഫ് ദ ക്യൂബ്. ഇങ്ങനെ ഒരു ക്യൂ ചാർജ് വെച്ചാൽ ഇതിന്റെ ഒരു ഫേസ് ഈ കൂടെ ഉള്ളത്. മക്കളെ 6 ഫേസുകൾ ചേർന്നതാണ് ക്യൂബ്. ആ ക്യൂബിനുണ്ടാകുന്ന ഇഫക്റ്റീവ് ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിച്ചത്. φ = Q ബൈ ε0 ആണ്. അപ്പൊ ഈ 6 ഫേസിനോട് ചേരുന്നത് Q ബൈ ε0 ആണെങ്കിൽ, 6 ഫേസോടെ തരുന്നത് Q ബൈ ε0 ആണെങ്കിൽ ഒരു ഫേസ് തരുന്നത് എത്ര ആയിരിക്കും? കാര്യം ഇവിടുന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ മുകളിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട് അല്ലെ? ഇവിടുന്ന് ഈ ഡയറക്ഷൻ ഉണ്ട്, ഇവിടുന്ന് ഡൗൺവേർഡ് ഉണ്ട്, ഇവിടുന്ന് ഇൻ ടു ദ പ്ലെയിൻ ഉണ്ട്, ഇവിടുന്ന് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഉണ്ട്. അങ്ങനെ 6 ഫേസിൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഉണ്ട്. അതിന്റെ ടോട്ടൽ ആണ് Q ബൈ ε0 അല്ലേ? അപ്പൊ വൺ ഫേസിന്റെ എത്ര ആയിട്ട് മാറണം? വൺ ഫേസിന്റെ. അപ്പൊ φ ഫ്ലക്സ് ഫോർ വൺ ഫേസ് ആണ് ഞാൻ എഴുതുന്നത്. വൺ ഫേസ് ടോട്ടല് Q ബൈ ε0 ആണെങ്കിൽ ഇതിനെ ഒരു ബൈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാര്യം എന്താ? 6 ഫേസ് ഉണ്ട്, 6 പേർക്ക് ഈക്വലി ഷെയർ ചെയ്യപ്പെടും. സോ ഫ്ലക്സ് ഫോർ ഫേസ് എന്ന് പറയുന്നത് Q ബൈ 6 ε0 ആയിട്ട് മാറും. Q ബൈ 6 ε0 ആയിട്ട് മാറും. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കോൺസെപ്റ്റ് ആണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകളാണ്. ഓൾറെഡി നിങ്ങൾ NCERT-യിലൊക്കെ പഠിക്കുന്ന കാര്യം തന്നെയാണ്. എന്താ? ചാർജ് അറ്റ് സെന്റർ അല്ലല്ലോ, കോർണർ ഓഫ് എ ക്യൂബ്. ചാർജ് അറ്റ് കോർണർ ഓഫ് എ ക്യൂബ്. അതായത് ഒരു ക്യൂബ് എടുത്തിട്ട് ക്യൂബിന്റെ കോർണറിൽ ഇരിക്കുന്നു. ചാർജ് കോർണറിൽ ഇരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിന്റെ അകത്തായിരുന്നു അല്ലെ? ഈ ക്യൂബിന്റെ അകത്തായിരുന്നു ചാർജ്. എക്സാക്ട് സെന്ററിൽ ക്യൂബിനകത്ത് ഇതിന്റെ ഡയഗണലുകളെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനകത്തായിരുന്നു ചാർജ്. അപ്പൊ ഗോസിയൻ സർഫസ് ഇവിടെ ഒരു ക്യൂബായിട്ട് അസ്യൂം ചെയ്തു. ഈ ചാർജ് കാരണം ഈ സർഫസ് കാരണം ഈ ടോട്ടൽ ചാർജ് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഈ ടോട്ടൽ ചാർജ് കവേർഡ് ആയിരുന്നു അല്ലെ? അതായത് നമുക്ക് പുറത്ത് വിസിബിൾ അല്ലായിരുന്നു ഈ ചാർജ്. കാര്യം ക്യൂബിനകത്തിരിക്കുക.
ഒരു ഫുട്ബോൾ എടുത്താൽ ആ ഫുട്ബോളിനകത്താണ് ക്യൂ ചാർജ് ഇരിക്കുന്നത്, നമുക്ക് വിസിബിൾ അല്ല എന്ന് നമുക്ക് ചിന്തിക്കാം, ഇമാജിൻ ചെയ്യാം. റൈറ്റ് നൗ ഒരു ക്യൂബിന്റെ കോർണറിൽ ഇരുന്നാൽ ഇത് നമുക്ക് വിസിബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗോസിയൻ സർഫസ് വെച്ച് ഇവനെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കുക, വിസിബിലിറ്റി മാറ്റിയെടുക്കുക. അപ്പൊ അതിന് ക്രിയേറ്റ് ചെയ്ത പടമാണിത്. നിങ്ങൾ അത് മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ കോർണറിൽ ഇരിക്കുന്ന ഈ ചാർജിനെ നമുക്ക് ഇനി കാണാൻ പറ്റരുത്, ഇൻവിസിബിൾ ആക്കി എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്യൂബിന്റെ തൊട്ടപ്പുറത്തൊരു ക്യൂബ് വെക്കുന്നു, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യൂബ് വെക്കും. ഓക്കെ, ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ക്യൂബ് വെച്ചു, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യൂബ് വെച്ചു, ബാക്ക് സൈഡിൽ വെച്ചതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യൂബ് വെച്ചു. അപ്പൊ 4 ക്യൂബുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇമാജിൻ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചായിരുന്നു, ഞാനിപ്പോ ശ്രദ്ധിച്ചത്. ഇതൊരു ക്യൂബാണ് എന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു ക്യൂബാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ക്യൂബിന്റെ ഈ കോർണറിലാണ് ഇപ്പൊ ചാർജ് ഇരിക്കുന്നത്, ഈ കോർണറിലാണ്. ചാർജ് ആയിട്ട് കാണിക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാറ് ഒന്നും ഇരിപ്പില്ല. അപ്പൊ ഈ ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ് എന്നാണല്ലോ ലോർഡ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കാണിക്കുക. അപ്പൊ ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന്റെ ഈ കോർണറിൽ ആരിപ്പുണ്ട്? ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിപ്പോ നമുക്ക് വിസിബിളാ, ഈ കോർണറിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ മറച്ചു വെക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടോട്ടൊരു ക്യൂബ് കൊണ്ട് അറ്റാച്ച് ചെയ്തു, ഇപ്പൊ റൈറ്റ് നൗ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റൈറ്റ് നൗ നമ്മുടെ ക്യൂബ് ഇരിക്കുന്നത്, ചാർജ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഇരുന്നാലും എനിക്ക് കാണാം. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒരു ക്യൂബ് കൂടെ വെക്കും. ഇപ്പൊ ചാർജ് ഇവിടെ ഇരിക്കുന്നത്, ഈ കോർണറിൽ ഇരിപ്പുണ്ട്. പക്ഷെ മോളിൽ കൂടെ നോക്കിയാലും നമുക്ക് കാണാം. അപ്പൊ ഇത് മറയ്ക്കണം, ഇത് നമുക്ക് കാണാൻ പാടില്ല. എന്ത് ചെയ്യണം? അതായത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം. അതാണ് ഗോസസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചു, ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ചാർജ് ഇരിക്കുന്നത്. മറക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ 4 എണ്ണം എടുത്ത് മോളിലൂടെ അടുക്കി വെക്കുക. അപ്പൊ ഇവിടെയും വെക്കണം. ഇപ്പൊ ഈ ക്യൂ ചാർജ് എക്സാക്ട് സെന്ററിലായി, അതിനകത്ത് അങ്ങ് ഇരുന്നോളൂ. ക്ലിയർ? മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണ്? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതാണ് ഈ കാണുന്ന ഫിഗർ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഫ്ലക്സ് ത്രൂ എൻറ്റയർ ക്യൂബ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ക്യൂബ്. നമ്മളോട് ഈ ക്യൂബിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഇവിടെ എത്ര, അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എപ്പോഴും Q/ε0 ആണ് എന്ന കാര്യം നിങ്ങൾ ആദ്യം പഠിക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ്. നമ്മൾ പല ക്യൂബുകൾ ആഡ് ചെയ്ത് ഇതിന്റെ സൈസ് ഒക്കെ വലുതായി. ആയിക്കോട്ടെ, ക്ലിയർ. സൈസ് എന്തേലും ആയിക്കോട്ടെ, ഷേപ്പ് എന്തോ ആയിക്കോട്ടെ, ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. ഇനി ഇവിടെ ടോട്ടൽ ഫ്ലക്സ്, ഈ സെന്ററിൽ ഈ വലിയ ക്യൂബിക്കൽ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു, അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് Q/ε0 ആണ്. എത്ര ക്യൂബ് വെച്ചിട്ടാ ഈ ഷേപ്പ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? 8 എണ്ണമാണ്. അപ്പൊ 1, 2, 3, 4, അതിന്റെ മുകളിൽ 4 എണ്ണം വെച്ചാൽ, ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8 എണ്ണമാണ്. അപ്പൊ അതിൽ ഒരെണ്ണത്തിന് കിട്ടുന്ന എത്ര? ഒരെണ്ണത്തിന് കിട്ടുന്നത് Q/ε0 ആണ് ടോട്ടൽ എങ്കിൽ ഒരെണ്ണത്തിന് കിട്ടുന്നത് /8 ആണ്. /8 ചെയ്തു. അപ്പൊ ഈ ഒരു ഫുൾ ക്യൂബിന്റെ കിട്ടുന്നതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഫ്ലക്സ് ത്രൂ എൻറ്റയർ ക്യൂബ്. എൻറ്റയർ ക്യൂബ് എന്ന് ഈ വലിയ ക്യൂബ് അല്ല, എൻറ്റയർ ക്യൂബ് നമ്മളോട് ചോദിച്ച ക്യൂബ്, അതിൻ്റെതാണ് Q/8ε0. ക്ലിയർ? ഇനി ഇതിന്റെ ഈ കോർണറിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫേസ് അതായിരിക്കുന്നത് ഫ്ലക്സ് ത്രൂ 1 ഫേസ് ഓഫ് ദ ക്യൂബ്. നമുക്ക് ഈ തന്നിരിക്കുന്ന എൻറ്റയർ ക്യൂബിന്റേത് Q/8ε0 ആണെങ്കിൽ ഈ എൻറ്റയർ ക്യൂബിന്റെ ഒരു ഫേസിൽ കൂടെ വരുന്നത് എത്ര? അതിന് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒന്നെങ്കിൽ വളരെ, ഞാൻ പണ്ട് ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരുന്നാൽ, ഈ ക്യൂ ചാർജ് കാരണമുള്ള ഒരു ഫീൽഡ് ലൈൻ ഇതിന്റെ സർഫസിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. അതുപോലെ ഇതിന്റെ ബാക്ക് ഫേസിൽ കൂടെ പാരലൽ ആയിട്ട് ഒരെണ്ണം കടന്നു പോകും. അതേപോലെ ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഫേസിൽ കൂടെ പാരലൽ ആയിട്ട് ഒരെണ്ണം കടന്നു പോകും. അപ്പൊ അതൊന്നും ഫ്ലക്സ് ലിങ്കേജ് നമുക്ക് തരത്തില്ല. അതായത് ഇപ്പൊ ഈ കോർണറിന് പകരം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വെയിറ്റ്, ഇതാണ് നമ്മുടെ ക്യൂബ്. ഈ കോർണറിലല്ലേ ഇരിക്കുന്നത്, ഈ കോർണറിലല്ലേ ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ഈ കോർണറിൽ ഇരിക്കുമ്പം ഒരു ഫീൽഡിനെ ഇങ്ങനെ പോയി പാരലൽ ആയിട്ട്, അതായത് ഈ സർഫസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഈ സൈഡിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കില്ല, ഈ സൈഡിലും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കില്ല.
മറിച്ച് ഈ ക്യൂ ചാർജ് ഈ സൈഡിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി വരും. ഈ ക്യൂ ചാർജ് ഈ താഴത്തെ സൈഡിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി വരും. ഈ ക്യൂ ചാർജ് ഈ സൈഡിൽ കൂടെ, എനിക്ക് കാണാൻ പറ്റുന്ന ഈ സൈഡിൽ കൂടെ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഈ സൈഡിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് വരും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ക്യൂ ചാർജ് ഈ ഫേസിനും ഈ ഫേസിലും ഈ ഫേസിലും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കില്ല. അപ്പൊ 3 ഫേസിൽ ഉണ്ടാക്കുന്നില്ല, ബാക്കി 3 ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കും. ടോട്ടൽ ക്യൂബിന്റേത് ബൈ 8 ആയിരുന്നെങ്കിൽ അപ്പൊ ഒരു ഫേസിന്റേത് 3 എണ്ണത്തിന് ഉണ്ടാക്കും. അപ്പൊ ഡിവൈഡഡ് ബൈ അഗെയിൻ 3 ചെയ്യുക, അപ്പൊ ഒരു ഫേസിന്റേത് കിട്ടും. അപ്പൊ അഗെയിൻ ബൈ 3 ചെയ്താൽ ബൈ 3 × 8 24 കിട്ടും. അത് കുറച്ചുകൂടെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അത് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം, പെട്ടെന്ന് പറഞ്ഞു വിടാം. പണ്ട് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഇവിടെ ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മെഴുകുതിരി ഇരിപ്പുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷനാണ്. ഒരു മെഴുകുതിരി. ഈ മെഴുകുതിരി ഒരു 2 മിനിറ്റ് കൊണ്ട് ഇതിൽ നിന്ന് വാക്സ്, അതായത് ഇത് ഉരുകി താഴോട്ട് വരുമല്ലോ. അപ്പൊ ഈ ഉരുകി താഴോട്ട് വരുന്ന മെഴുകുതിരിയുടെ ആ വാക്സ് എവിടൊക്കെ പറ്റും? ഇത് ഈ ടോപ്പ് സർഫസിലാവും. ഈ സൈഡിലത്തെ സർഫസിലോട്ട് പോകും. അതുപോലെ ഇതിന്റെ അപ്പുറത്തെ ബാക്ക് സൈഡിലെ സർഫസിലോട്ട് പോകും. അപ്പൊ ആ സർഫസിലൊന്നും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവില്ല വാക്സ് ആവുന്ന സൈഡിലേക്ക്. ഇനിയും ചോദിക്കും, ഈ വാക്സ് ഒഴുകി ഇവിടൊക്കെ വരത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. ഇവിടെ ആ ബാക്ക് സൈഡും ഈ സൈഡിലെ ഫ്ലക്സ് സൈഡിലും ഉണ്ടാക്കില്ല. മറിച്ച് ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ക്വയർ 1, ഈ സൈഡിൽ കാണുന്ന സ്ക്വയർ 2, ഈ താഴെ കാണുന്ന സ്ക്വയർ 3, ആ 3 സർഫസിലും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കും. അപ്പൊ ടോട്ടല് ഒരു ക്യൂബിന്റേത് ബൈ 8 ആയിരുന്നു. എഗെയിൻ 3 പേർക്ക് വീണ്ടും അത് ഡിവൈഡ് ആയിപ്പോയി. അപ്പൊ ബൈ 24 ആയിട്ട് മാറി. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സമയം കൂടുതൽ അപഹരിച്ചു എന്നൊരു തോന്നൽ, ബട്ട് സ്റ്റിൽ സാരമില്ല. സമയം ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ട്. നല്ല സമയം കൊടുത്ത് പ്രോപ്പർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അടുത്തത് എന്താ? അറ്റ് ദ സെന്റർ ഓഫ് വൺ എഡ്ജ്, അതായത് ഇതിന്റെ ഒരെഡ്ജിൽ വെച്ചിരിക്കും. അപ്പൊ ഈ ഒരു എഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ മറയ്ക്കാൻ നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കട്ടെ. ഈ എഡ്ജിലാണ് വെക്കുന്നത്. ഞാൻ എന്തായാലും ഈ സാധനം ഇവിടെ എടുത്ത് വെച്ചത് നമുക്ക് ഒരുപാട് ഗുണമായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കാം. ഈ എഡ്ജിലാണ്, ഒരു ക്യൂബിന്റെ ഈ എഡ്ജിലാണ് ചാർജ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കും. ഈ എഡ്ജിലാണ്. ഇല്ല, ഇങ്ങനെ വെച്ചാലല്ലേ കാണുന്നു, ഇങ്ങനെ വെച്ചാലല്ലേ. യെസ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കും. ഇത് ഈ എഡ്ജിൽ ഇവിടെ വെച്ചിരിക്കും. അപ്പൊ ഇതിനെ മറയ്ക്കാൻ ഞാൻ ഇവിടെ ഒരു ക്യൂബ് വെച്ചു. ഇവിടെ ഒരു ക്യൂബ് വെച്ചു. ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് മുകളിൽ കൂടെ കാണാം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഒരെണ്ണം വെക്കണം, ഇവിടെ ഒരെണ്ണം വെക്കണം. ഈ എഡ്ജില് കോർണറിലായിരുന്നെങ്കിൽ 4 താഴെ വെച്ച് 4 മുകളിൽ വെച്ച് 8 എണ്ണം വെക്കണമായിരുന്നു. എഡ്ജ് ആയപ്പോഴത്തേക്ക് ഇവിടെ 2 എണ്ണം വെച്ചിട്ട് മുകളിൽ 2 എണ്ണം കൂടെ വെച്ചാൽ മതി. അപ്പൊ മൊത്തം എത്ര എണ്ണം മതി? 4 എണ്ണം മതി. മൊത്തം എത്ര ക്യൂബ് വെച്ചാൽ മതി? 4 ക്യൂബ് വെച്ചാൽ മതി. അപ്പൊ ഒരു ക്യൂബ് തരുന്നത്, അതായത് ഈ മുഴുവൻ ക്യൂബുകളൂടെ ചേർന്ന്, ഈ മുഴുവൻ ക്യൂബൂടെ 4 എണ്ണം കൂടെ ചേർന്ന് തരുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പൊ ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഒരു ക്യൂബിന്, ഈ എൻറ്റയർ ക്യൂബിന്, അതാ എഴുതി വെച്ചിരിക്കുന്നത് ഫ്ലക്സ് ത്രൂ എൻറ്റയർ ക്യൂബ്. ഈ ക്യൂബ് ഇതല്ല, ഈ എൻറ്റയർ ക്യൂബിന് ഫ്ലക്സ് എന്ന് പറയുന്നത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ക്യൂബ് എപ്സിലോൺ 0 അപ്പൊ 4 പേർക്കായിട്ട് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു ക്യൂബിന് കിട്ടുന്നത് Q/4 എപ്സിലോൺ 0 ആണ്. Q/4 എപ്സിലോൺ 0. അപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ ഇവിടെ വാക്സ് ആവും, ഈ സർഫസിൽ വാക്സ് ആവും, ഇതിന്റെ ബാക്കിലുള്ള ഈ സർഫസിലും വാക്സ് ആവും, ഇതിന്റെ നേരെ പുറകിലുള്ള സർഫസിലും വാക്സ് ആവും. അപ്പൊ ഈ രണ്ടിടത്ത് ഫ്ലക്സ് ലിങ്കേജ് വരത്തില്ല. ബാക്കി എല്ലായിടത്തും ഈ ഫ്രണ്ടിലുള്ള ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, ഈ സൈഡിൽ കാണുന്ന ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, ഇതിന്റെ അപ്പുറത്തെ സൈഡ് ബാക്ക് സൈഡിൽ കാണുന്നിടത്ത് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, താഴെ ഇരിക്കുന്ന സർഫസിലും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ 4 ഇടത്ത് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. അപ്പൊ ഓൾറെഡി ബൈ 4 ആയിട്ട് മാറി. എഗെയിൻ അത് 4 ആയിട്ട് വീണ്ടും 4 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫേസിന്റേത് ബൈ 16 ആയിട്ട് മാറും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. ഞങ്ങൾക്ക് മനസ്സിലായടോ, താൻ ഇനി പറയല്ലേന്നായിരിക്കും, എങ്കിലും ഒന്ന് പറയാം സമാധാനത്തിന് വേണ്ടി. ഇവിടെ ഒരു ക്യൂ ചാർജ് വെക്കുന്നു, ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചു, ഇവിടെ ഒരാളെയും വെച്ച്, ഇവിടെ ഒരാളെയും വെച്ച്, ഇവിടെ ഒരാളെയും വെച്ച് നമ്മൾ മറച്ചു. നെറ്റായിരുന്നു. അങ്ങനെ 4 എണ്ണം വന്നപ്പോഴാണ് Q/4 എപ്സിലോൺ 0 ആയത്. ഇനി റൈറ്റ് നൗ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഒരു ഫേസിന്റെ ആണ് ഈ ചാർജ്. ഈ എഡ്ജിൽ വെച്ചാലുള്ള ഒരു ഫേസിന്റെ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചാൽ ഈ സർഫസിൽ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല. ക്ലിയർ? ഈ സർഫസിലും ഫ്ലക്സ് ലിങ്കേജ് ഇല്ല, ഈ സർഫസിൽ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല, ഈ സർഫസിലും ഫ്ലക്സ് ലിങ്കേജ് ഇല്ല. പക്ഷെ 1 ഈ സർഫസിലുണ്ട്, 2 ഈ സർഫസിലുണ്ട്, 3
ഈ സർഫസിലുണ്ട്, 4 എനിക്ക് ഇവിടുന്ന് കാണാവുന്ന സർഫസിലുണ്ട്. ക്ലിയർ? അങ്ങനെയാണ് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇത് പക്കയായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാ. A charge q microcoulomb is placed at center of a cube. Center of a cube. The flux coming out from any one of its face. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സെന്റർ ഓഫ് ദ ക്യൂബ് ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഫൈ ടോട്ടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈ ഓഫ് ടോട്ടൽ എന്ന് എഴുതാൻ വരാം ഫൈ ഓഫ് ക്യൂബ്, എൻറ്റയർ ക്യൂബ് ആണല്ലോ. ക്യൂബിൻ്റെത് ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം, ക്യൂ മൈക്രോ കുളംബ് എന്നാണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ 10⁻² പവർ ഒക്കെ ഉണ്ട്. അപ്പൊ മൈക്രോ കുളമ്പിനെ കുളമ്പിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം ഒരു ക്യൂബിൻ്റെത് ക്യൂബ് എപ്സിലോൺ 0 ഇൻറ്റു 10⁻⁻6 ആണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലക്സ് കമ്മിങ് ഔട്ട് എനി വൺ ഓഫ് ഇറ്റ്സ് ഫേസ് ആണ്. അപ്പൊ ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ആണ്. എത്രന്നാ പഠിച്ചത്? ക്യൂബിന്റെ ഫസ്റ്റ് പഠിച്ചത് ദ വെരി ഫസ്റ്റ് പഠിച്ചത്. ക്യൂബിനകത്ത് ക്യൂബ് എപ്സിലോൺ 0 ആയിരുന്നു. 6 ഫേസ് ഉണ്ട്. അപ്പൊ ക്യൂബ് 6 എപ്സിലോൺ 0 ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. അപ്പൊ ക്യൂബ് ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 ആയിട്ട് മാറും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ 4 ക്യൂ ബൈ 6 എപ്സിലോൺ 0 ഇൻറ്റു 10⁻⁻6. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A charge q is placed at center of a cube. A charge q is placed at center of a cube. Okay, center of a cube ആണ്. അപ്പൊ ഫ്ലക്സ് ഫോർ എ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ് ആൻഡ് സൈസ്. q ബൈ എപ്സിലോൺ 0 ആണ്. Okay, the electric flux coming out from any two consecutive phase. മക്കളെ, ഫ്ലക്സ് ഫോർ വൺ ഫേസിന്റെ എത്രയായിരുന്നു? വൺ ഫേസിന്റേത് ഇപ്പൊ എഴുതിയതല്ലേ, ക്യൂ ബൈ 6 എപ്സിലോൺ 0 ആയിരുന്നു ഒരു ഫേസിന്. അങ്ങനാണെങ്കിൽ ഫ്ലക്സ് ഫോർ 2 ഫേസിന്റേത് കാണാൻ, ഒരാളുടേത് ഇതാണെങ്കിൽ രണ്ടാളുടേത് കാണാൻ ഇൻറ്റു 2 ചെയ്താൽ പോരെ. ക്യൂ ബൈ 6 എപ്സിലോൺ 0. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ക്യൂ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് കിട്ടും. ക്യൂ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് കിട്ടും. ക്യൂ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ? ക്യൂ ബൈ 3 എപ്സിലോൺ 0. ക്യൂ ബൈ 3 എപ്സിലോൺ 0. ഓപ്ഷൻ 3. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടെയാണ്, ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോടെ? സെറ്റാണേ? ഓക്കെ ആണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. A point charge is placed at one face. ഗോസസ് തിയറം പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതൊരു ക്രാഷ് കോഴ്സ് ഒന്നും എടുക്കുന്ന പോലെ ഒന്നുമല്ല ഈ ക്ലാസ്സസ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവണം കേട്ടോ. A point charge is placed at one face of the cube as shown. What is the electric flux through one face of the cube? One face. ഇതിന്റെ ഒരു ഫേസിൽ കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഈ ക്യൂ ചാർജ് നമുക്ക് വിസിബിൾ ആണ് അല്ലേ? അതായത് ഇവിടെ ഇരിക്കുന്ന ചാർജ് ഇവിടെ ഈ ഫേസിലാണ്, ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കിപ്പോ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ വിസിബിൾ ആണ്. അപ്പൊ അതിനെ മറയ്ക്കാൻ ഇവിടെ ഒരെണ്ണം കൂടെ എടുത്ത് വെക്കുക. ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയി, അവനെ കാണുന്നില്ല. ഇവിടെ എഡ്ജ് ആയിരുന്നെങ്കിൽ ഇനിയും വേണമായിരുന്നു. പക്ഷെ ഇത് ഈ ഫേസിലായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചു. ക്ലിയർ? അപ്പൊ അങ്ങനെ എടുത്തു വെക്കുമ്പോഴത്തേക്ക് 2 ക്യൂബ് അല്ലെ, ഇവിടെ ഒരു ക്യൂബ് കൂടെ വെച്ചാൽ മതി, ഇതങ്ങ് കംപ്ലീറ്റ്ലി മറഞ്ഞോളൂ. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 ആണെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പുറത്ത് ഒരു ക്യൂബ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്ക് ഷേപ്പോ സൈസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഇനി ഞാൻ ആ എടുത്തു വെച്ച ഒരുത്തനെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഇപ്പൊ ഇവൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അപ്പൊ ആ ഒരു ക്യൂബിന് കിട്ടുന്നത്, ഈ ഒറ്റ ക്യൂബിന്, അപ്പൊ 5 ഫോർ എ ക്യൂബ്, ആ ഒരു ക്യൂബിന് കിട്ടുന്നത്, ഇത് ആവശ്യമില്ലാത്ത വരുന്ന കയറി വരുന്നത്, ഒരു ക്യൂബിന് കിട്ടുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആണെന്നതിൽ എനിക്ക് ഡൗട്ട് ഇല്ല അല്ലെ? കാര്യം ഇപ്പുറത്ത് ഒരാളൂടെ ഉണ്ടായിരുന്നു, അവർക്ക് 2 പേർക്കൂടെ ഉള്ളതാണ് ക്യൂ ബൈ എപ്സിലോൺ 0. അതിൽ നിന്ന് ഒരുത്തനെ എടുത്ത് കളഞ്ഞാൽ ഈ ക്യൂബിനുള്ളതാണ് ക്യൂ ബൈ 2 എപ്സിലോൺ 0. കോൺസെപ്റ്റ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. പക്ഷെ ചോദിച്ചത് ഒരു ക്യൂബിന്റെ ആണോ? അല്ല. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ ഫേസ്? ഒരു ഫേസ്, ഒറ്റ ഫേസിന്റെ. ഇവിടെ എത്ര ഫേസ് ഉണ്ട്? മൊത്തം 6 ഫേസ് ഉണ്ട്. പക്ഷേ ഈ ചാർജ് ഇതിന്റെ അകത്തായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ 6 പേർക്കും കിട്ടുമായിരുന്നു.
പക്ഷെ റൈറ്റ് നൗ ഇവൻ ഇരിക്കുന്നത് ഈ സർഫസിലാണ്. അതായത് റൈറ്റ് നൗ ഈ ചാർജ് ഇരിക്കുന്നത് ഈ സർഫസിലാണ്, ഐ മീൻ ഈ ഫേസിലാണ്. അപ്പൊ ഈ ഫേസുമായിട്ട് അവന് ഫ്ലക്സ് ലിങ്കേജ് ഒന്നുമില്ല. ഈ ഫേസുമായിട്ട് ഫ്ലക്സ് ലിങ്കേജ് ഇല്ല, അതായത് ഒരു ഫേസുമായിട്ടില്ല. ബാക്കി ഇവനുമായിട്ട് ഉണ്ടാക്കും, ഇവനുമായിട്ടുണ്ട്, 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 ഇവനുമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാലൻസ് ഉള്ള 5 ഫേസുമായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്ലക്സ് ഫോർ 1 ഫേസ് ആണ് കാണേണ്ടത്, 1 ഫേസ് ആണ് കാണേണ്ടത്. 5 ഫേസ് ഉണ്ട്, 5 പേർക്ക് ഈക്വലി ഷെയർ ചെയ്യപ്പെടണം. ടോട്ടൽ ഉള്ളത് ആ ക്യൂബിന് എത്ര? Q ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആണ്. അത് 5 പേർ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 1/5 ആയിട്ട് മാറി. സോ Q ഡിവൈഡഡ് ബൈ 10 എപ്സിലോൺ 0, 5 × 2 10, 10 എപ്സിലോൺ 0. Q ഡിവൈഡഡ് ബൈ 10 എപ്സിലോൺ 0. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, പക്കയായിട്ട് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പഠിപ്പിക്കുന്നത് ഒരു കാര്യം കൂടെ, എന്റെ ഈ വീഡിയോ ക്ലാസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരോട് മാത്രമാണ് കേട്ടോ. കാരണം കുറെ ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സത്യസന്ധമായിട്ടും പറയാം, എന്റെ ബുദ്ധിമുട്ട് നിങ്ങളോട് പറയുകയല്ല, നമ്മുടെ സ്ഥാപനത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങളോട് പറയുകയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ മനസ്സിലാവുന്നുണ്ടെന്ന്. സ്പീഡ് കൂടുതലാണെങ്കിൽ കുറയ്ക്കാനും, കുറവാണെങ്കിൽ കൂട്ടാനും ഒന്ന് കമന്റ് ചെയ്യണേ. കാര്യം നിങ്ങളുടെ കമന്റ് ചെയ്യുന്നല്ലേ എനിക്കിത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതൊന്ന് പറയുക ദയവ് ചെയ്ത്. താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തി തരാം. ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഈ വീഡിയോയുടെ താഴെ ഇതിന് മുമ്പത്തെ വീഡിയോ അല്ല ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു വീഡിയോയിലൊന്ന് അറിയിക്കണേ നമ്മളെ. അതായത് ക്ലാസിന്റെ സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ എന്താന്ന് വെച്ചാൽ ഒന്ന് പറയണം, കമന്റ് ചെയ്തോളൂ. അപ്പൊ ഒരു ആവറേജ് കമന്റ് എടുത്തിട്ട് ക്ലാസ് അതിനനുസരിച്ച് ആക്കി എടുക്കാം. യെസ്, ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഒരു ലൈൻ ചാർജ് അല്ലെങ്കിൽ ലീനിയർ ചാർജ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ കോൺസെപ്റ്റ് പഠിച്ചാണ്. ഫസ്റ്റ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോയിന്റ് ചാർജിന്റെ കോൺസെപ്റ്റിലൊക്കെ എങ്ങനെ ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കണം എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചതാണ്. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ലൈൻ ചാർജ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ലൈൻ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലേക്കും 360 ഡിഗ്രിയിൽ എല്ലാ ഡയറക്ഷനിലോട്ടും വരും. അപ്പൊ ഇതിനെ കവറപ്പ് ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ആണ്. അപ്പൊ ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസിൽ നമ്മളൊരു സിലിണ്ടർ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഈ വരച്ചിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ലീനിയർ ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ആക്ച്വലി പഠിച്ചു വെക്കേണ്ട. ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 2 λ/r ആണ്. വേർ r is the radius of the Gaussian surface. ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പക്ഷെ എങ്കിലും പെട്ടെന്ന് ഞാൻ ആ കോൺസെപ്റ്റ് പെട്ടെന്ന് എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാൻ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇവിടെ നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ നമ്മളൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയ വെക്ടർ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ, ഏരിയ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ബൈ ഗോസസ് തിയറം, ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് E ഡോട്ട് ds. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതെന്തോ ഡോട്ട് ds എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ? ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന സർക്കിൾ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ സർഫസ് 2πr ആണ്. 2πr into h അല്ലെങ്കിൽ 2πr into ലെങ്ത് l ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് ds എന്ന് പറയുന്നത് 2πrl എന്ന് വരും. 2πrl which is equal to Q/ε0. What is Q? Q എന്ന് പറയുന്ന ചാർജ് ആണ്. ഇവിടെ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷനിലോട്ട് അവനെ മാറ്റാം. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ലാംഡ എന്ന് പറയുന്നത് Q/l ആണ്. അപ്പൊ ഇവിടുന്ന് Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. അപ്പൊ ലാംഡ Q/l ആണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ അവിടുന്ന് ക്യൂവിനെ ലാംഡ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ക്യൂവിന് പകരം നമുക്ക് ലാംഡ L/ε0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടുന്ന് ഒരു എല്ലും അങ്ങ് കട്ടായി പോകും.
ആ എല്ല് രണ്ടും കട്ട് ചെയ്ത് കളയാം. സോ ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ. നിങ്ങൾ ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് 2 ലാംഡ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ എന്നായി. അതല്ലേ നമ്മൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനു വേണ്ടിയാ? താഴെ ആ 1/4 പൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഒന്നെങ്കിൽ ഇത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് പഠിച്ചിരുന്നാലും മതി. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലീനിയർ ചാർജ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ആർ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ആ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 പാരലൽ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജസ് വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി പ്ലസ് ലാംഡ ആൻഡ് മൈനസ് ലാംഡ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ലൈൻ ചാർജ് ഉണ്ട്, ഇവിടെയും ഒരു ലൈൻ ചാർജ് ഉണ്ട്. ഒരാളുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പ്ലസ് ലാംഡയാണ്, ഇവന്റേത് മൈനസ് ലാംഡയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2r. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 2r ആണ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ 2r ആണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് മിഡ് വേ ബിറ്റ്വീൻ ദി 2 ലൈൻ ചാർജസ്? ഇലക്ട്രിക് ഫീൽഡ് മിഡ് വേയിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ചോദിച്ചത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ എക്സാക്ട് സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊരു പോയിന്റ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവനുള്ളത്, നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റിലെ എക്സാക്ട് മിഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പല് ചെയ്യും. അപ്പൊ അത് E1 ആണ് അല്ലേ? ഇനി അതേപോലെ ഈ പോയിന്റിൽ ഇരിക്കുന്ന ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അത് E2 ആണ്. സോ അവരുടെ സം എടുത്താൽ മതി. അപ്പൊ ഈ നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? E1 പ്ലസ് E2 ആണ്. ക്ലിയർ ആണല്ലോ? E1ന്റെ വാല്യൂ എത്രയാ? ഒരു പോസിറ്റീവ് ലൈൻ ചാർജ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, 1/4 പൈ എപ്സിലോൺ 0 2 ലാംഡ ബൈ ആർ അല്ലെ? അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇത് തന്നെ വേണമെന്നില്ല, 1/4 പൈ എപ്സിലോൺ 0 2 ലാംഡ ബൈ ആർ എടുക്കണമെന്നില്ല, ഇത് എടുത്താലും മതി. E ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു ആർ. ഓക്കെ അല്ലേ? അപ്പൊ ലാംഡ ബൈ 2 എപ്സിലോൺ 0 അല്ലേ? സോറി, 2 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ അല്ലെ? 2 പൈ എപ്സിലോൺ 0 ഉണ്ട്. ഇത് E1 മാത്രം തരുന്നതാ. അറ്റ് ദ സെയിം ടൈം E2 അതേ ഡയറക്ഷനിലേക്ക് ഈ സെയിം തരുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടുന്ന് ഒരു 2 കട്ടായി പോയി. സോ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ലാംഡ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലാംഡ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 2r ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. ആ സ്മോൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിരിക്കണം അല്ലെ? ക്യാപിറ്റൽ R ആയിരിക്കണം. സോ വാല്യൂ ലാംഡ ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ലാംഡ ബൈ പൈ എപ്സിലോൺ 0 R, ഓപ്ഷൻ 2 എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാം. യെസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ഷീറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ഷീറ്റ്. ആക്ച്വലി ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. സിഗ്മ ഇത് ആക്ച്വലി ഇതിന് ഡെറിവേഷൻ ഉണ്ട്. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഇനി ഒരു കാര്യം കൂടി, ഇതിനെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ഷീറ്റ്, ഒരു പെർട്ടിക്കുലർ ഷീറ്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് എടുക്കുന്നത്. പക്ഷെ ഒരു ഷീറ്റിന്, ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റിന് നിയർ ബൈ പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് നിയർ ടു ദി, വെരി നിയർ ടു ദി
ഷീറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇത് ഓർത്ത് വെച്ചോളുക. നിയർ ടു ദി ഷീറ്റ് ആണ്. നിയർ ടു ദി ഷീറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോ മക്കളെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത് നമുക്കറിയാം. ഇതാണ് ഒരു പ്ലെയിൻ ഷീറ്റ്. അപ്പൊ ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ് അങ്ങ് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോളുക, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ഡ്യൂ ടു 2 ഇവിടെ ഒരു സർക്കുലർ സർഫസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് ഒരു ഏരിയ വെക്ടർ എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ഒരു ഏരിയ വെക്ടർ ഔട്ട്വേർഡ് വരയ്ക്കാം. അതുപോലെ ഇവിടുന്ന് ഒരു ഏരിയ വെക്ടർ എനിക്ക് വരയ്ക്കാം അല്ലെ, ഏരിയ വെക്ടർ വരയ്ക്കാം. അതേപോലെ ഇവിടുന്ന് ഒരു ഏരിയ വെക്ടർ എനിക്ക് പുറത്തേക്കും വരയ്ക്കാം. കർവ്ഡ് സർഫസിൽ ആ കർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏരിയ വെക്ടർ എനിക്ക് പുറത്തോട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ 2 എൻഡ് സർഫസുകളും ഉണ്ട്, പ്ലസ് 5 ഡ്യൂ ടു ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കർവ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലോ. അല്ല, നിങ്ങൾക്ക് അത് കാണാമെന്ന് ഞാൻ വിചാരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പൊ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ്, അതായത് ഈ കർവ്ഡ് സർഫസിലേക്ക് ഫ്ലക്സ് ലിങ്കേജ് ഒന്നുമില്ല. അതായത് ഈ കർവ്ഡ് സർഫസ് കാരണമുള്ള ഫ്ലക്സ് ലിങ്കേജ് 0 ആയിപ്പോകും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ സൈഡും ആ സൈഡും മാത്രമേ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നുള്ളൂ. സോ അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഫൈ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണം, ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് എ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, ഡോട്ട് എ ആണ്. അങ്ങനത്തെ 2 സർഫസുകളുണ്ട്. സോ 2E ഡോട്ട് എ വരും. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 2E ഡോട്ട് എ എന്ന് വരും. ഇനി ബൈ ഗോസസ് തിയറം നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ പഠിച്ചിരിക്കുന്നത്? Q ബൈ എപ്സിലോൺ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. Q ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds, ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds which is equal to Q by epsilon 0 എന്നാ പഠിച്ചിരിക്കുന്നത്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds, അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചല്ലോ. ഇനി അത് എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ഫൈ എന്ന് പറയുന്നതാണ് E ഡോട്ട് ds. അത് നമ്മൾ ഫൈ ഓൾറെഡി കണ്ടുപിടിച്ചു, 2EA ആണെന്ന്, 2EA ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, which is equal to Q by epsilon 0. What is Q? Q എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സർഫസിലുള്ള ടോട്ടൽ ചാർജ് ആണ്. ആക്ച്വലി നമുക്കറിയാം ഇതൊരു ഏരിയ ഷേപ്ഡ് ആണ്. അതായത് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഇവിടുത്തെ ഏരിയയുമായി അസോസിയേറ്റ് ചെയ്യുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സോ സിഗ്മ എന്ന് പറയുന്നത് Q ബൈ എ ആണ്. ക്ലിയർ? ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പഠിച്ച കൂട്ട് ഇവിടെ ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. സിഗ്മ എന്ന് പറയുന്നത് Q ബൈ എ ആണ്. സോ ക്യൂവിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Q ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്യൂവിന്. അപ്പൊ ഇവിടെ ക്യൂവിന് നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സിഗ്മ ബൈ എ എന്ന് ഞാൻ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ക്യൂവിന്. സിഗ്മ ബൈ എ, സിഗ്മ ബൈ എ അല്ല, സിഗ്മ ഇൻറ്റു എ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടുന്ന് ഒരു എയും ഇവിടുന്ന് ഒരു എയും കട്ടായി പോയി. സോ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു എന്നാ കിട്ടും? സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇത്രേ ഉള്ളൂ. ഡെറിവേഷൻ ഒന്നും പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടതെന്ന് പറഞ്ഞത് മാത്രമാണ്. E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതാണ് നമ്മൾ ഇവിടെ ഈ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ. E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഇൻ ഡെപ്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇത് നമ്മൾ നിങ്ങൾക്കറിയാം, 1 ഷോട്ട് സീരീസ്, ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ഓർത്ത് വെക്കുക, നിയർ ടു ദ പോയിന്റ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇനി നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ചാർജ്ഡ് ഷീറ്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെ. ഇവിടെ പ്ലസ് സിഗ്മ ഉള്ള പോസിറ്റീവ് ചാർജ്ഡ് ഷീറ്റ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്ഡ് ഷീറ്റും ആണുള്ളത്. ലീനിയർ അല്ല, ഷീറ്റ് ആണ്. ലീനിയർ ആയിരുന്നെങ്കിൽ ലാംഡ വരുമായിരുന്നു. ഇത് ഷീറ്റുകളാണ്. 2 ഷീറ്റുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ 2 ഷീറ്റുകൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരാൾ പോസിറ്റീവ് ചാർജിലാണ്, മറ്റൊരാൾ നെഗറ്റീവ് ചാർജിലാണ്. അങ്ങനെയാണെങ്കിൽ 3 റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. ഇത് നിങ്ങൾ കോൺസെപ്റ്റ് വൈസ് പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. പക്ഷെ ഇത് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള കാര്യമാണ്. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്?
നമുക്ക് ഈ 1 അതായത് ഫസ്റ്റ് റീജിയണിലും തേർഡ് റീജിയണിലും നെറ്റ് ഫീൽഡ് 0 ആയിരിക്കും, കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇൻസൈഡ് മാത്രമേ അവിടെ ഫീൽഡ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ സിംപിളി ആലോചിച്ച് നോക്കിയേ. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, എ റീജിയൻ 1 ആണ് അല്ലെ. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, ബി. അപ്പൊ നിങ്ങൾ ഏതൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചതായിട്ട് അസ്യൂം ചെയ്ത്, അപ്പൊ ഈ പോസിറ്റീവ് ഷീറ്റ് ഇവനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, അതാണ് ഈ പ്ലസ്. അപ്പൊ ഈ നെഗറ്റീവ് ഷീറ്റ് ഇവനെ എന്ത് ചെയ്യും, അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, കാര്യം ഇത് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ്. അങ്ങനെ അസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഇവൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, അപ്പൊ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ആവും. ക്ലിയർ? അപ്പൊ അതേപോലെ ഈ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബിയിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ടെസ്റ്റ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഇവനെ റിപ്പൽ ചെയ്യും, റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ചാർജ് ഇവനെ അട്രാക്ട് ചെയ്യും, അപ്പൊ അവരും ക്യാൻസൽ ഔട്ട് ആയി പോകും. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ആണ് സി കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു സി കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇരുന്നാൽ ഈ പോസിറ്റീവ് ഷീറ്റ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുകയും ഈ നെഗറ്റീവ് ഷീറ്റ് ഇവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക, അവർ സെയിം ഡയറക്ഷനിലാവും അവിടെ ആഡ് ഓൺ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മതി, റീജിയൻ 1ലും റീജിയൻ 3ലും നെറ്റ് 0 ആയിപ്പോ. സിഗ്മ ബൈ ഓരോ ഷീറ്റ് തരുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണെന്ന് നമ്മളിപ്പോ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പൊ അതേപോലെ ഈ ഓരോ ഷീറ്റ് തരുന്ന സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇവിടെ ക്യാൻസൽ ആയപ്പോ ഇവിടെ ക്യാൻസൽ ഔട്ട് ആവും. പക്ഷെ ഇവിടെ ഇൻസൈഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, ദാറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. വെരി ഇമ്പോർട്ടന്റ്, ഈ കോൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കുക. ഒരു പാരലൽ ഷീറ്റിന്റെ ഇൻസൈഡ് റീജിയനിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. നമുക്ക് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ ഇതിന്റെ ആവശ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. നമുക്ക് നോക്കാം. If uniform surface charge density of a infinite plane sheet is sigma, okay, പ്ലെയിൻ ഷീറ്റ് ആണ്, സിംഗിൾ ഷീറ്റ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് നിയർ ടു ദ സർഫസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിയർ ടു ദ സർഫസ് മറക്കരുത്, നിയർ ടു ദ സർഫസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലെയിൻ ഷീറ്റ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്, 2 എപ്സിലോൺ 0 ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് നിയർ ടു ദ സർഫസ് ആണ്. ഒരു കാരണവശാലും മറക്കരുത്, നിയർ ടു ദി സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, അത് പ്രൂഫ് ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, എ ചാർജ്ഡ് ബോൾ ബി ഹാങ് ഫ്രം എ സിൽക്ക് ത്രെഡ് എസ് which makes an angle theta with a large charged conducting sheet P. ഓക്കെ, ഒരു കണ്ടക്ടിങ് ഷീറ്റ് ഉണ്ട്, അതിലൊരു സ്ഫിയർ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഷീറ്റ് ഇവിടാണ് വന്ന് കിടക്കേണ്ടത്, സോറി ഈ ഷീറ്റിനോട് ചേർന്നാണ് ഈ ബോൾ കിടക്കേണ്ടത്. അപ്പൊ ഇത് റിപ്പൽ ചെയ്യപ്പെട്ട് കിടക്കാന്ന് വെച്ചാൽ ഇതും പോസിറ്റീവ് ചാർജ് ആണ്, അവർ ഐഡന്റിക്കൽ ചാർജുകളാണ്. അപ്പൊ അവർ റിപ്പൽ ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഓഫ് ദ ഷീറ്റ് പ്രപ്പോർഷണൽ ടു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതൊരു ഷീറ്റാണ് അല്ലെ. ആ ഷീറ്റിന് അക്രോസ് ഒരു ത്രെഡിൽ ഒരു ബോൾ, ഒരു ചാർജ്ഡ് ബോൾ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ആണ്, അത് എവേ ഫ്രം ദ ബോഡി ആയിരിക്കും. ഞാൻ ടെൻഷൻ എനിക്ക് വരയ്ക്കും. അപ്പൊ ആ കാണുന്നത് അവിടുത്തെ ടെൻഷൻ ആണ്. അപ്പൊ ദിസ് ഈസ് നോൺ ആസ് ടി, ടെൻഷൻ. ഇവിടെ ടെൻഷൻ ആണ് ത്രെഡിൽ ആക്ട് ചെയ്യുന്നത്, ടി. ഇനി നമുക്കറിയാം ഡൗൺവേർഡ് ഇവന്റെ വെയിറ്റ് എം ജി ആക്ട് ചെയ്യും. സോറി, ഡൗൺവേർഡ് ഇവന്റെ വെയിറ്റ് എം ജി ആക്ട് ചെയ്യും അല്ലെ. അതേപോലെ ഇവനെ റിപ്പല്ലീവ് ആണ്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യൂ ഇ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ബോളിന്റെ ചാർജ് ക്യൂ എന്ന് എടുത്താൽ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു F ക്യൂ ഇ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ടെൻഷനെ നിങ്ങൾക്ക് രണ്ട് കോമ്പണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് കോമ്പണന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് കോമ്പണന്റ് ആക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ കാണുന്ന ആംഗിൾ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ കാണുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. ഇവന് കൊടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് F ക്യൂ ഇ. അതിലാർക്കും ഡൗട്ട് ഇല്ല. ഇത് തീറ്റ ആണെങ്കിൽ ഈ കാണുന്ന കോമ്പണന്റ് ടി കോസ് തീറ്റ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന കോമ്പണന്റ് ടി സൈൻ തീറ്റ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇവൻ ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും എന്താ, ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ക്യൂ ഇ ആണ്. അറ്റ് ദ സെയിം ടൈം ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് അവന്റെ വെയിറ്റ് എം ജി ആണ്. സോ ടി കോസ് തീറ്റ എന്ന് പറയുന്നത് എം ജി ആണ്. രണ്ട് ഇക്വേഷനോടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇവിടുന്ന് ടി കട്ടായി പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഈസ് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം ജി. സോ ഇവിടുന്ന് എനിക്ക് എഴുതാം ടാൻ തീറ്റ ഈക്വൽ ടു ഇ ബൈ എം ജി ഇൻടു ഇ ബൈ എം ജി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടെ നോക്കിക്കേ, ക്യൂ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. വട്ട് ഈസ് ചാർജ് ക്യൂ? ക്യൂ എന്ന് പറയുന്നത്
നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും സിഗ്മ ഇൻറ്റു എ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. സോ ഇവിടുന്ന് എനിക്ക് വാട്ട് ഇസ് ക്യൂ? ക്യൂ ഈക്വൽ ടു സിഗ്മ എ. അപ്പൊ ഈ ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സിഗ്മ ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എം ജി എ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ എനിക്ക് പറയാം ടാൻ തീറ്റ പ്രപ്പോർഷണൽ ടു സിഗ്മ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പ്രപ്പോർഷണൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെയ്തെടുക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഓർത്ത് വെക്കുക, ചാർജസ് അതിന്റെ സർഫസിലാണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന കോൺസെപ്റ്റ് ആദ്യം ഓർത്ത് വെക്കുക. വിച്ച് മീൻസ് ദാറ്റ് അതിന്റെ ഇൻസൈഡ് ചാർജസ് ഒന്നുമില്ല, ഇൻസൈഡ് സീറോ ആണ്. മക്കളെ, ഇൻസൈഡ് സീറോ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സീറോ ആണ്. വെരി ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. ഇതിനൊക്കെ നമുക്ക് ഇതെല്ലാം പ്രൂഫ് എഴുതാൻ പറ്റുന്ന, ഇത് അത്യാവശ്യം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇനിയും നമുക്ക് പ്രൂഫ് ഒന്നും പഠിക്കാനുള്ള സമയമില്ല. സോ നിങ്ങൾ വ്യക്തമായിട്ട് ഈ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ ബൈഹാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇത് ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടാണ്. 5, 6, 7 മണിക്കൂർ വേണമെങ്കിൽ ഈ ചാപ്റ്റർ എടുത്ത് നീട്ടി എടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് വളരെ സമയം എടുത്താണ് ഞാൻ മെയിൻ കണ്ടന്റുകൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കൊക്കെ കൂടുതൽ പോകേണ്ടതാണ്. സോ റൈറ്റ് നൗ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ, അത്യാവശ്യമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷെ ചിലത് നമ്മൾ പ്രൂഫായിട്ടൊന്നും പറയുന്നില്ല. പ്രൂഫ് പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങൾ വേറെ ക്ലാസ്സുകളായിട്ട് കമ്പയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ആയിട്ട് തന്നെ ഡെറിവേഷൻസും ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഇത് ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാത്തിന്റെ ഡെറിവേഷൻ ഒന്നും നമ്മൾ അറിയേണ്ട. സോ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇൻസൈഡ് ചാർജ് ഇല്ല, സോ ഒബ്വിയസ്ലി അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആ കോൺസെപ്റ്റ് നമുക്കറിയാം. അത് ഓൺ ദി സർഫസ് ഓഫ് എ ഷെൽ. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ക്യൂ ബൈ ഇത് 1/4πε0. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. റൈറ്റ് നൗ ഞാൻ ഗോസസ് തിയറം വെച്ചൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ റൈറ്റ് നൗ ഞാൻ അത് ചെയ്യുന്നില്ല. ഗോസിയൻ സർഫസ് ഒന്നും വരച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ഓൺ ദി സർഫസ് ആണ് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ. എന്നിട്ട് ഈ ക്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് ചാർജ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വഴി വന്നാൽ സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ ഏരിയ ആണ്. അപ്പൊ അവിടുന്ന് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് കൊടുക്കാം. അപ്പൊ അവിടെ സിഗ്മ ഇൻറ്റു എ ആണ് കൊടുക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്. അത് ഒരു സ്ഫിയർ ആണ്. അത് 4πr² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ കട്ട് ചെയ്തു, അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ നിങ്ങൾ ഈ വാല്യൂ പഠിച്ചൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് അറിഞ്ഞിരിക്കണം. ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ സ്റ്റെപ്പ് ഇപ്പൊ ഇനിയും പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇനി അത് സർഫസിൽ നിന്ന് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ആറില്ലേ, ഈ കാണുന്ന ആർ, ക്യാപിറ്റൽ ആർ, അതെന്തായിട്ട് മാറും? സ്മോൾ ആർ ആയിട്ട് മാറും. കാര്യം ഇവിടെ ആർ റേഡിയസിൽ നിന്ന് പുറത്തേക്ക് പോയി, അപ്പൊ അത് സ്മോൾ ആർ ആയിട്ട് മാറും. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 4πr² എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ആണ്. അത് ക്യാപിറ്റൽ ആർ ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് ഔട്ട്സൈഡ് വരുമ്പോഴത്തേക്ക് ന്യൂമറേറ്ററിൽ ക്യാപിറ്റൽ R² ഉണ്ട്, ഡിനോമിനേറ്ററിൽ സ്മോൾ r² ഉണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് തിങ്, ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസൂടെ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസൂടെ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ തന്നെ ഇൻസൈഡ് സീറോ ആണ്. ഇൻസൈഡ് ഒന്നും ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. എപ്പോഴാണോ ഇപ്പൊ ഈ പോയിന്റിലാണ് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഈക്വൽ ആവുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെ? ഈ എൻഡിൽ വരുമ്പോഴേ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊക്കെ നമുക്ക് എവിടെ വേണം? ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന അടുത്ത ചാപ്റ്ററിൽ വേണം. നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ പൊട്ടൻഷ്യലിൽ ഒരു സ്ഫെറിക്കൽ ഷെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സർഫസ് തൊട്ട് ഇൻസൈഡ് വരെ പൊട്ടൻഷ്യൽ പിന്നെ മാറത്തില്ല. എന്താ കാര്യം? ഇവിടെ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഇവിടെ ഇതിനകത്ത് വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ട. ഒരു ചാർജിനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇലക്ട്രിക് ഫീൽഡിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ വർക്ക് ഡൺ ചെയ്യേണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ അവിടെ പഠിക്കും. അപ്പൊ അതൊക്കെ അവിടെ അറിയണമെങ്കിൽ ഈ കോൺസെപ്റ്റ് ഇവിടെ പ്രോപ്പർ ആയിട്ട് അറിയണം. ഒരു ചാർജഡ് സ്ഫെറിക്കൽ ഷെല്ലാണെങ്കിൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്.
സർഫസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, 1/4πε0 Q/r² ആണ്. അതിന്റെ വാല്യൂ σ/ε0 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഔട്ട്സൈഡ് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ആണ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഗ്രാഫ് ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഇതാ ഗ്രാഫ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻസൈഡ് 0 ആണ്, അറ്റ് ദ സർഫസ് എത്തുമ്പോഴത്തേക്ക് R = R ആവുന്നിടത്താണ് നമ്മുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയത് 1/4πε0 Q/r². ഔട്ട്സൈഡ് ആകുമ്പോഴത്തേക്ക് അത് r² ആയിട്ട് ഇൻവേഴ്സ് ആവുന്നു. ക്ലിയർ? അത് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക, ഈ ഗ്രാഫ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. യെസ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് r ഈസ് യൂണിഫോംലി ചാർജ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി സ്ഫിയർ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെന്റർ. നമ്മളിപ്പോ പഠിച്ചത് എന്താ? ഇൻസൈഡ് 0 ആണ് അല്ലെ, പക്ഷെ ഔട്ട്സൈഡ് ആകുമ്പോഴത്തേക്ക് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, നോക്കാം. ഡിക്രീസസ് ആസ് r ഇൻക്രീസസ് ഫ്രം r മച്ച് ലെസ് ദാൻ r and r greater than r. Decreases as r increases, decreases as r increases for r less than r. തെറ്റല്ലേ? r less than r അല്ല, തെറ്റാണ്. Increases as r increases from r to, അതും തെറ്റാണ്. 0 as r increases for r less than r. ഇവിടെ ഡിക്രീസസ് ഇൻക്രീസസ് എവിടെ? r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ലെസ് ദാൻ r. ഇവിടെ മക്കളെ ഈ രണ്ട് ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ഫിയർ അല്ലേ, ഇതാണ് അവന്റെ റേഡിയസ് r. നമ്മൾ ഔട്ട്സൈഡ് ഒരു പോയിന്റ് ഇവിടെ ഇവിടെയാണ് പോയിന്റ് P എടുക്കുന്നത്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് r. അപ്പൊ ആ r ഡിസ്റ്റൻസ് എങ്ങോട്ട് വേണേലും വേരി ചെയ്യിക്കാം. ഈ r ലെസ് ദാൻ R ആയാൽ, ഈ കാണുന്ന r ലെസ് ദാൻ R ആയാൽ, ലെസ്സർ ആയാൽ, R ലെസ്സർ ആയാൽ ഇൻസൈഡ് ആയി. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നാണ് നമ്മൾ പഠിച്ചത്, ഇപ്പൊ പഠിച്ചത് അല്ലേ. മെറ്റൽ സ്ഫിയർ ആണ്, ഹോളോ മെറ്റൽ സ്ഫിയർ ആണ്. അപ്പൊ ഇത് ഷെല്ല് തന്നെയാണ്. അപ്പം ഡിക്രീസസ് ആർ ഇൻക്രീസസ് ഫ്രം r ലെസ് ദാൻ r എന്ന് പറഞ്ഞാൽ, r ലെസ് ദാൻ r എന്ന് പറഞ്ഞാൽ അത് ഇൻസൈഡ് ആണ്. സ്മോൾ r ലെസ് ദാൻ r എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. സ്മോൾ r ലെസ് ദാൻ r എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. അത് ഇൻക്രീസും അല്ല ഡിക്രീസും അല്ല, പക്ഷെ 0 ആണ്. 0 ആസ് r ഇൻക്രീസസ് ഫ്രം സ്മോൾ r ലെസ് ദാൻ r ആണ്. യെസ്. ആൻഡ് ഡിക്രീസസ് ആസ് r ഇൻക്രീസസ് ഫ്രം r ഗ്രേറ്റർ ദാൻ r. അതായത് സ്മോൾ r ഗ്രേറ്റർ ദാൻ r ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഔട്ട്സൈഡ് ആയി. ഔട്ട്സൈഡ് ആയി കഴിയുമ്പോൾ നമ്മളിപ്പോ ഗ്രാഫ് പഠിച്ചത് എന്താണ്? ഔട്ട്സൈഡ് ആയി കഴിഞ്ഞാൽ ഡിക്രീസസ് ആണെന്നാണ് അല്ലെ. സോ ഏതെടുക്കാം? ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്. അടുത്ത ഒരു കോൺസെപ്റ്റ് പഠിക്കാം. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോം സ്ഫെറിക്കൽ ചാർജ്ഡ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് തൊട്ട് മുമ്പ് പഠിച്ചതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നേരത്തെ ഹോളോ ഷെല്ലായിരുന്നു, ഇത് സോളിഡ് ആണ്, ഒരു സോളിഡ് സ്ഫിയർ ആണ്. മറ്റേത് ഹോളോ ആയിരുന്നു, ഇത് സോളിഡ് സ്ഫിയർ ആണ്. ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു അയൺ ബോൾ, നമ്മുടെ ഷോർട്ട് പുട്ട് ഒക്കെ വരുന്ന അയൺ ബോൾ, അല്ലെങ്കിൽ ഒരു വുഡിന്റെ അയൺ ബോൾ എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആണ്. അതുപോലെ വുഡിന്റെ വുഡ് നമ്മുടെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പന്ത്, ബോൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതൊക്കെ ഈ കേസസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ നേരത്തതിൽ നിന്ന് ഇവിടെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുമ്പ് പഠിച്ചതിനകത്ത് ഇൻസൈഡ് ചാർജ് ഇല്ല, അപ്പൊ സോ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു. ഇവിടെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇൻസൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ഡിസ്റ്റൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന കോൺസെപ്റ്റിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഗ്രാഫ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുമ്പോൾ, ഗ്രാഫിനെ പറ്റി പഠിക്കുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് പറയാം, അതിനെ പറ്റിയൊക്കെ പറയാം. ശ്രദ്ധിച്ചിരിക്കും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്, ഇതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ, 1/4πε0 QR/RQ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഡെറിവേഷൻ പറയുന്നില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ ഓൺ ദ സർഫസ് ഓഫ് ദ ഷെല്ല്, മക്കളെ സർഫസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ സ്മോൾ r ആരാകും? സർഫസ് ആകുമ്പോൾ ഈ സ്മോൾ r-നെ, സർഫസ് ആകുമ്പോൾ സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ആയിട്ട് മാറും. അപ്പൊ ഈ സ്മോൾ r-നെ നിങ്ങൾ ക്യാപിറ്റൽ R എന്ന് എഴുതും. ഒരാറുടെ വെട്ടിപ്പം 1/4πε0 Q/r² എന്ന് വരും. Q/r², Q/r². ക്ലിയർ? ഇനി Q ആരാ? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വോളിയം ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ വോളിയം
ചാർജ് ഡെൻസിറ്റി അത് റോ ആണ്. റോ എന്ന് പറയുന്നത് ക്യൂ ബൈ വി ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ക്യൂവിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ക്യൂ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സ്ഫിയർ ആണ്. അതാണ് 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെ കിട്ടുന്ന റിലേഷൻ ആണ്. അപ്പൊ അത് ഡെറിവേഷൻ ഞാൻ പറഞ്ഞു. ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ അറിയണ്ട. ഇപ്പൊ റൈറ്റ് നൗ ഇനി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഈ വാല്യൂസ്, ഈ കാണുന്ന വാല്യൂ അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന വാല്യൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 q ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയറും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 q ബൈ സ്മോൾ ആർ സ്ക്വയറും. കാര്യം ഔട്ട് സൈഡിലേക്ക് പോയി. ഇപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിട്ട് മാറി. ദാറ്റ്സ് ഓൾ. അത് അറിഞ്ഞിരുന്നാൽ മതി. ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഇൻവേർട്ട് സ്ക്വയർ ലോ ആണെന്ന് അറിയുക. ഈ ഗ്രാഫ് ഇതാണെന്ന് കൂടെ പഠിച്ചു വെക്കുക. ഇൻസൈഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് എന്ന കോൺസെപ്റ്റോട് അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് 1/4πε0 q ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണെന്നത് അറിഞ്ഞിരിക്കുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ ഈ ഫിഗർ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A spherical conductor of radius 10 cm has a charge of 3.2 into 10⁻⁻⁷ coulomb distributed uniformly. That is the magnitude of electric field at a point 15 cm from the center of the sphere. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ്. എത്ര ഡിസ്റ്റൻസ് മാറി? 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറി. പക്ഷെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഔട്ട്സൈഡാ. അതായത് ഇതൊരു സ്ഫിയർ ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. പക്ഷെ 15 സെന്റിമീറ്റർ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കണേ. സ്ഫെറിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കോൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 q by r square. Clear? Okay, which is equal to 1/4πε0 9 into 10⁻⁹ into q. q നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 3.2 into 10⁻⁻⁷ divided by r square. അപ്പൊ r എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എത്ര മക്കളെ? 15 സെന്റിമീറ്റർ. ഇത് 10 ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഔട്ട്സൈഡ് അല്ലേ നമുക്ക് വേണ്ടത്? അതെ, 15. സോ ആർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15 മീറ്റർ. സോ ആർ സ്ക്വയർ എടുക്കുമ്പോൾ 15ന്റെ സ്ക്വയർ 225. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0.0225 മീറ്റർ എന്ന് കിട്ടും. മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? 0.0225. ക്ലിയർ? അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. which is equal to, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2.25 into 10⁻⁻² എന്ന് എഴുതാം അല്ലെ? ഇതിനെ 2.25 ആക്കണമെങ്കിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ താഴെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു 10⁻⁻². സോ ഞാൻ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ സ്ക്വയർ 2.25 into 10⁻². ക്ലിയർ? നമുക്ക് ഇവിടുത്തെ വാല്യൂസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 10⁻⁻5 എന്ന് കിട്ടും. ഇവിടെ ഒരു 3.2ഉം 2.25 ഉണ്ട്. ഇത് ഇവന്മാരെ കട്ട് ചെയ്യാം. 3/2 1.5 ആ. 3/2 1.5 ആ. പക്ഷെ ഇത് 3 point സംതിങ് കൊണ്ട് ഇത് 2-നേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ് 1.4 വരും. അപ്രോക്സ് 1.4. 1.4 into 9. 1.4 into 9 എന്ന് പറഞ്ഞാൽ 12.8. അപ്രോക്സ് 12.8 ഇൻറ്റു ഓപ്ഷനുകൾ നമ്മളെ പഠിപ്പിക്കും ഇതൊക്കെ കേട്ടോ. ചിലർ ചിന്തിക്കും ഇത് 12.8 എന്ന് ഞാൻ എങ്ങനെ കൃത്യം പറഞ്ഞത്. ഓപ്ഷൻ 1.28 അല്ലേ? അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. 12.8 ഇൻറ്റു 10⁻⁹ 10⁻⁵ ദാറ്റ് ഈസ് 10⁻⁴ ആണ്. സോ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? 1.28 ഇൻറ്റു 10⁻⁵ എന്ന് എഴുതാം. 1.28 ഇൻറ്റു 10⁻⁵ എന്ന് എഴുതാം. ഓപ്ഷൻ അല്ലേ? അതല്ലേ ഓപ്ഷൻ? ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ്. അപ്പൊ മക്കളെ, ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് സെഷന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
നമ്മൾ ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളും 100% പറഞ്ഞിട്ടുണ്ടാവണം. എല്ലാ MCQവും എല്ലാ ടൈപ്പ് MCQസും നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. കാരണം നമുക്ക് ഈ കുറഞ്ഞ എനിക്ക് തോന്നുന്നു മേ ബി ഈ വീഡിയോ എനിക്ക് കൃത്യം അറിയില്ല, എന്നാലും ഒരു 1.5 മണിക്കൂറിന് പുറത്തായിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ പാർട്ട് 1 2 മണിക്കൂറിന് അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്ട് 3.5 മണിക്കൂറിനടുത്ത് നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. നമ്മൾ ഇനി ഇത് തിയറി ഒന്നും പറയുന്നതിൽ കാര്യമില്ല, കാര്യം അവസാന സമയം പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഈ കോൺസെപ്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ഇതിന്റെയൊക്കെ ചാപ്റ്ററുകൾ ഒരു 2-3 ചാപ്റ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ 5-6 ചാപ്റ്റർ ആയി കഴിയുമ്പോൾ അതിന്റെ ക്യുമുലേറ്റീവ് ആയിട്ട് ചേർത്ത് നമ്മൾ അതിന്റെ MCQ ഡിസ്കഷൻ മാത്രം ക്ലാസ്സുകളൊക്കെ വെക്കുന്നതായിരിക്കും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത പാർട്ട് തന്നെ ആയിരിക്കും വരുന്നത്. കണ്ടുമുട്ടാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.